ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ പഠിച്ചതിന് ബാക്കി പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രൂട്ട് എന്താണെന്ന്. ഫ്രൂട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയ എന്തായിരുന്നു? പ്ലാസന്റേഷൻ ആയിരുന്നു അല്ലേ? പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഓവൽ ആൻഡ് ഓവറി. സോ നമുക്കത് കണ്ടുപിടിക്കാൻ പല മെത്തേഡുണ്ട്. എവിടെയാണോ ഓവൽ ഇട്ടിരിക്കുന്നത് ആ മാസ്റ്റർ ടിഷ്യൂനെ പ്ലാസന്റ എന്ന് വിളിക്കും. പ്ലാസന്റയുടെ അറേഞ്ച്മെന്റ് ആണ് പ്ലാസന്റേഷൻ. പ്ലാസന്റ ഇരിക്കുന്നതായിരിക്കും സീഡ് ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സീഡ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് നോക്കിയത്. എനിവേ സ്റ്റഡി അബൌട്ട് ഫ്രൂട്ട്. ഫ്രൂട്ട്സ് ആരാണ് ഫ്രൂട്ടായി മാറുന്നത്? നമുക്കറിയാം ഗൈനീഷ്യത്തിന്റെ ബേസിലുള്ള സൊളൻ പാർട്ടായ ഓവറിയാണ് ഭാവിയിൽ ഫ്രൂട്ടായി മാറുന്നത്. ഏതൊരു മാവിന്റെ ഒരു പൂവാണ്. അത് കാലിക്സ്, കൊറോള, ഗൈനീഷ്യം, പിന്നെ ആൻഡ്രീഷ്യം. ഇത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കാലിക്സ് ഉണങ്ങി പോവും, കൊറോള ഉണങ്ങി പോവും, ആൻഡ്രീഷ്യം പൊഴിഞ്ഞു പോവും. പിന്നെ എന്ത് നിൽക്കും? ഈ ഗൈനീഷ്യം മാത്രമാണ് നിൽക്കും. അതിന്റെ അഗ്രഭാഗത്തുള്ള സ്റ്റൈലിഷ് മേലാണ് കരിഞ്ഞുണങ്ങിപ്പോയതിനു ശേഷം ഇത് പതുക്കെ വലുതായി നിങ്ങൾ പറയുന്നത് കണ്ണി മാങ്ങയായി, പിന്നെ കുറെ വലുതായി, പിന്നെ കുറെ ഇത് അച്ചം മാങ്ങയായി. സോ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്ന ആരാണ്? മെച്ചർ ഓവറി. സോ വി ക്യാൻ ഡിഫൈൻ ഫ്രൂട്ട് ആസ് എ മെച്ചർ, അല്ലെങ്കിൽ പാകമായതെന്ന് അർത്ഥത്തിൽ റൈപ്പൻഡ് എന്ന് പറയുന്നത്. മെച്ചർ ഓർ റൈപ്പൻഡ് ഓവറി. വാട്ട് ഇസ് എ ഫ്രൂട്ട്? ഫ്രൂട്ട് ഈസ് എ മെച്ചർ ഓർ ripened ovary. അതേ അർത്ഥത്തിൽ വാട്ട് ഇസ് എ സീഡ്? സീഡ് ഈസ് എ മെച്ചർ ഓർ റൈപ്പൻഡ് ഓവ്യൂ. അങ്ങനെ ഞാൻ പറയാമല്ലേ. കാരണം ഇതൊന്ന് തീർക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തായിരിക്കും? സീഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഓവറിക്കുള്ളിൽ എന്തുണ്ടായിരുന്നു? ഓവറിക്കുള്ളിൽ ഓവ്യൂൾ ഉണ്ടായിരുന്നു. ഓവ്യൂള് സീഡായി മാറും, ഓവറി ഫ്രൂട്ടായി മാറും. അപ്പൊ നമ്മൾ സീഡ് പഠിക്കുമ്പോൾ ഡെഫിനിഷൻ പറയും അതെന്താണ്? സീഡ് ഈസ് എ മെച്ചർ ഓർ റൈപ്പൻഡ് ഓവ്യൂ. നമ്മൾ ആദ്യം ഫ്രൂട്ടിനെ കുറിച്ച് പഠിക്കുകയാണ്. ഫ്രൂട്ട് ഈസ് എ മെച്ചർ ഓർ റൈപ്പൻഡ് ഓവറി. ഓക്കെ, ഇനി മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ മാങ്ങ വരച്ചു. മാങ്ങ വരച്ചിട്ട് ഞാൻ കീറിയപ്പോൾ അതിനകത്ത് സീഡ് ഇരിപ്പുണ്ടല്ലേ? ദിസ് ഈസ് സീഡ്. എല്ലാ ഫ്രൂട്ടിനും സീഡ് ഉണ്ടോ? ഇല്ല. ചില ഫ്രൂട്ടിന് സീഡ് കാണത്തില്ല. ഫ്രൂട്ട്സ് സീഡ്ലെസ് ഫ്രൂട്ട്സ്. സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ട്. Such fruits are called parthenocarpic fruits. Parthenocarpic fruits. So what are parthenocarpic fruits? Fruits without seed. Simply we can say seedless fruits are called parthenocarpic fruits. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പൈനാപ്പിൾ അല്ലേ? പൈനാപ്പിൾ സീഡില്ല. ബനാന പഴങ്ങൾ, അതിന് സീഡില്ല. പിന്നെ സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിന് എക്സാമ്പിൾ. സോ വാട്ട് ആർ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? സീഡ്ലെസ് ഫ്രൂട്ട്സ് ആർ കാൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ആൻഡ് എക്സാമ്പിൾസ് പൈനാപ്പിൾ, ബനാന ആൻഡ് സീഡ്ലെസ് ഗ്രേപ്പ് ഓർ ഓറഞ്ച്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. പാർത്തനോകാർപ്പിക് സീഡ് എന്ന പ്രയോഗം ഇല്ല. ഓക്കെ, അത് തെറ്റാണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. പോയിന്റ്സ് ആണെന്നല്ല. ഓക്കെ, അടുത്ത പോയിന്റ്. നമ്മൾ എന്താണ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഓവൽ. ഒരു മാങ്ങ തന്നെ എക്സാമ്പിൾ എടുക്കണം. നമ്മൾ ഇതിനെ മുറിക്കുകയാണ്, കീറുകയാണ്. ഇങ്ങനെ കീറി പകുതി എടുത്തു കഴിഞ്ഞാൽ അതിനെന്താണ്? സീഡ് കാണുന്നത്. ദിസ് ഇസ് സീഡ്. അപ്പൊ ഈ ഫ്രൂട്ടിന്റെ ഭിത്തിക്ക് 3 ലെയർ കാണാം. ഇതാണ് അതിന്റെ ഫ്രൂട്ട് വാൾ. ഓക്കെ, നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഓവറിയുടെ ഭിത്തി നമ്മൾ ഓവർ ഇങ്ങനെ എടുത്തിട്ട് കീറി മുറിച്ചപ്പോൾ ഇതാണ് കാണുന്നിരുന്നത് ഓവിൾ ഇരുന്നത് അല്ലേ? ഇതെന്താണ്? ദിസ് ക്യാൻ ബി കോൾഡ് ആസ് വാൾ ഓഫ് ഓവറി. ഓവറിയുടെ ഭിത്തി എന്ന് വിളിക്കാം അല്ലെ? ഓവറി വാൾ. ഇതിനൊരു പേരുണ്ട്. ദിസ് ഓവറി വാൾ ഈസ് ആൾസോ കോൾഡ് ആസ് പെരികാർപ്പ്. ഓവറി വാൾ ഈസ് ആൾസോ കോൾഡ് ആസ് പെരികാർപ്പ്. സ്വാഭാവികമായിട്ടും ഓവറി ഫ്രൂട്ടായി മാറുമ്പോൾ ഫ്രൂട്ട് വളം എന്തായിരിക്കും? ഈ ഓവറി വളമാണ് ഫ്രൂട്ട് വളമായി മാറുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പെരികാർപ്പ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിന് 3 ലെയർ ഉണ്ട്. അതിന്റെ പുറമെ കാണുന്ന ഈ ലെയർ വിളിക്കുകയാണ് എപ്പികാർപ്പ്. ഫ്രൂട്ട് വാളിന്റെ ഏറ്റവും പുറമെയുള്ളത് എപ്പികാർപ്പ്. മാങ്ങ കിട്ടുവാണെങ്കിൽ അതിന്റെ തൊലി ചെത്തിക്കളയല്ലോ, അത് ഇതിന്റെ എപ്പികാർപ്പാണ്. പിന്നെ നിങ്ങൾ തിന്നുന്ന ഭാഗം, ഫ്ലഷിയ ഭാഗം, അത് നമ്മൾ വിളിക്കുന്നത് മീസോകാർപ്പാണ്. എഡിബിൾ പാർട്ടിന് പേര് മീസോകാർപ്പ്. പിന്നെ അകത്തായിട്ട്
എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഇതിന് മൂന്നിനും ചേർത്ത് വിളിക്കുന്ന പേര് പെരികാർപ്പ് എന്നാണ്. അപ്പൊ ഫ്രൂട്ട് വാളായാലും ഇത്രയും ഭാഗമാണല്ലോ ഫ്രൂട്ട് വാൾ. ഇത്രയും ഭാഗമായ ഫ്രൂട്ട് വാളിന് വിളിക്കുന്ന പേര് പെരികാർപ്പ് എന്നാണ്. അപ്പൊ ഓവറിന്റെ ഭിത്തിയെ നമ്മൾ പെരികാർപ്പ് എന്ന് വിളിക്കും, ഫ്രൂട്ടിന്റെ ഭിത്തിയെ പെരികാർപ്പ് എന്ന് വിളിക്കും. കാരണം രണ്ടും ഒരേ ഭാഗത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ പെരികാർപ്പ് is a term representing the wall of ovary, also for the wall of the fruit. Fruit wall ആണെങ്കിൽ അപ്പോൾ we can such ഇത് ഫ്രൂട്ടിന്റെ ഭിത്തിയല്ലേ, so we can call the fruit wall. So fruit wall is also called as pericarp. Ovary wall is also called as pericarp. രണ്ടും ഒന്ന് തന്നെയാണ്, കാരണം ovary wall ആണ് fruit wall ആയി മാറുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ what are the layers of fruit wall ഉള്ള pericarp, epicarp, mesocarp, endocarp. പരിശോധിക്കും what is edible layer of fruit wall അല്ലെങ്കിൽ edible layer of mango. ഇതാണ് mesocarp. Mesocarp is a edible layer of mango, അല്ലേ, edible wall of mango അല്ലെങ്കിൽ edible part of mango. അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ ഇത് സീഡ് ആണല്ലോ, അപ്പൊ ഈ എൻഡോകാർപ്പ് നിങ്ങൾക്ക് കാണാൻ വലിയ പാടാണ്. മെച്ചർ ആയിട്ടുള്ള മാങ്ങ എടുത്താൽ നിങ്ങൾ ചെയ്യുന്നത് അത്ര മെച്ചർ ആകട്ടെ, അതിന്റെ നട്ട് മുറ്റാകത്ത്, നമ്മൾ അതിന്റെ പറയുമല്ലോ അതിന്റെ നട്ട് മുറ്റിപ്പോയി എന്ന് പറയുന്നത്, മുറ്റാത്തൊരു ഭാഗമാണെങ്കിൽ ഒരു ടെൻഡർ മാങ്ങ എടുത്തിട്ട് കീറുകയാണെങ്കിൽ അതിനകത്ത് ഈ സീഡ് ഇളകി കളഞ്ഞാല് ഒരു വെളുത്ത ലെയർ പോലെ കാണുന്ന ഒരു പാട കാണാം. സീഡിന് മാറ്റി വെച്ചാൽ പിഞ്ച് മാങ്ങ എന്ന് മലയാളത്തിൽ പറയുന്നത്. അതിന്റെ നട്ടങ്ങ് മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് വെളുത്ത ലെയർ, ഇതാണ് ശരിക്കും അതിന്റെ എന്ത് എൻഡോകാർപ്പ്. പക്ഷേ മാങ്ങ മെച്ചറായി കഴിഞ്ഞാൽ ഈ സീഡ് കോട്ടും ഈ എൻഡോകാർപ്പും ഫ്യൂസ് ചെയ്തു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെച്ചർ മാങ്ങയ്ക്കകത്ത് എൻഡോകാർപ്പ് കണ്ടെടുക്കുന്നതിന്റെ പാടാണ്. മെച്ചറായി കഴിഞ്ഞാൽ ഈ മാങ്ങയുടെ എൻഡോകാർപ്പ് സീഡ് കോട്ടുമായിട്ടൊക്കെ ഫ്യൂസ് ചെയ്തു പോകും, അല്ലേ. പാകമായി കഴിഞ്ഞാൽ നട്ട് എടുത്ത് മാറ്റാൻ പാടില്ല, അത് ഒട്ടിയല്ലേ. ടെൻഡർ മാങ്ങയാണെങ്കിൽ നട്ടിങ് ഇളക്കി എടുക്കാം, ശരിയല്ലേ. അത് നോക്കാം. ഇനി മറ്റൊരു ഫ്രൂട്ടിനെ കുറിച്ച് വായിക്കാം, ദാറ്റ്സ് കോക്കനട്ട്. വളരെ തേങ്ങാണേ. ഇത് കുറുകെ മുറിച്ചാൽ അതിനകത്തായിട്ട് എന്താണ് ചിരട്ട കാണാം, പിന്നെ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന വെളുത്ത ഭാഗം കാണാം, പിന്നെ തേങ്ങ വെള്ളം കാണാം, ഇവിടെ ആയിട്ട് എംബ്രിയോയും കാണാം, അല്ലേ. ഇതേ പേര് ഇടാം. ഇതെന്താണ് ഇതതിന്റെ എപ്പികാർപ്പ്. ഈ ചകിരി പോലിരിക്കുന്ന ഭാഗം, ചകിരി, അതതിന്റെ മീസോകാർപ്പ്. അതിന്റെ ഉള്ളിലായിട്ട് ലെയർ ഉണ്ട്, അതതിന്റെ എന്താണ് എൻഡോകാർപ്പാണ്. അപ്പൊ ഇത് മൂന്നിന്റെ ശരിക്കും ഈ പേരാണ് പെരികാർപ്പ്. ശരിയല്ലേ. അപ്പൊ മാങ്ങയ്ക്കുണ്ട് തേങ്ങയ്ക്കുണ്ട് ഇതേപോലെ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, തേങ്ങ മെച്ചറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു തേങ്ങ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാ മുറിച്ച് വെച്ചു, തേങ്ങ പുറമേ കാണുന്ന ലെയറാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പികാർപ്പ് എന്ന് പറയുന്നത്, എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. പടത്തിൽ കാണുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത്, മെച്ചറായപ്പോ ഇവിടെ ഇത് സംബന്ധിച്ച് ഈ എൻഡോകാർപ്പും ഈ കോക്കനട്ടിന്റെ പുറംചട്ടയായിരുന്ന സീഡ് കോട്ടും കൂടെ ചേർന്ന് ഫ്യൂസ് ചെയ്ത് പോയി. തേങ്ങയുടെ സീഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭാഗമാണ്, ഇതിന്റെ പുറംചട്ടയായ സീഡ് കോട്ടും ഇവിടെ തന്നെ ഫ്യൂസ് ചെയ്ത് പോയി. മനസ്സിലായി. ഇങ്ങനെയുള്ള ഫ്രൂട്ടുകളെ നമ്മൾ ഡ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഡ്രൂപ്പ്. പിന്നെ അതിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വാൾ ഓഫ് ഓവറി ഈസ് ആൾസോ കോൾഡ് ആസ് പെരികാർപ്പ്, and also fruit wall is also called as pericarp. In the case of a fruit, there are three walls: epicarp, mesocarp, and endocarp. Where in mango and coconut, the endocarp get fused to the seed coat at maturity. At the edible part of mango is called mesocarp, and in coconut, mesocarp is fibrous. Where in mango it is fleshy. Mango and mesocarp fleshy ആണ്. നമ്മൾ തിന്നുമല്ലോ, പകരം തേങ്ങയുടെ ചകിരി തിന്നോ? ഇല്ല, അത് ഫൈബ്രസ് ആണ്. ഫ്ലഷി വെച്ചേക്കാം. Which are following fruit has fleshy mesocarp. Which are following fruit is fibrous mesocarp. അല്ലെങ്കിൽ in coconut, fibrous part is dash, epicarp, endocarp, mesocarp. In mango, fibrous part അല്ലെങ്കിൽ in mango fleshy edible part is dash. നിങ്ങൾ വെച്ചേക്കാം. മനസ്സിലായല്ലോ? ഈ പടമൊക്കെ പുസ്തകത്തുള്ളതാണ്, ഇൻസൈറ്റിൽ കാണിക്കുന്നുണ്ട്. പുസ്തകത്തിലെ പടം നല്ല നോട്ടാത്ത് വരച്ചിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ, in mango and coconut, endocarp get fused with the seed coat at maturity.
ഇത്രയും പോയിന്റ് ഓർത്തിരിക്കും. മാംഗോയും കോക്കനട്ടും എക്സാമ്പിൾസ് ഓഫ് ഡ്രൂപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. മാംഗോ ആൻഡ് കോക്കനട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ഡ്രൂപ്പ്. DRUP. പരീക്ഷയ്ക്ക് എൻട്രൻസ് ഒക്കെ ചോദിക്കാം, ബോർഡ് എക്സാം ചോദിക്കില്ല. എന്താണ് ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഡ്രൂപ്പ് ഈസ് എ ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എ മോണോകാർപ്പല്ലറി മോണോ ഓവുലേറ്റ് ഫിഷ്. അതായത് ഒറ്റ കുറുകെ മുറിച്ച ഒറ്റ അറ മാത്രമേ ഉള്ളത്. ഇവിടെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സീഡ് മാത്രം, അല്ലെങ്കിൽ ഒരു ഓവിഡ് മാത്രമേ ഉള്ളൂ. മാങ്ങയ്ക്കകത്ത് ഒരു ഓവിഡേ ഉള്ളൂ. അതുകൊണ്ടാണ് മാങ്ങയ്ക്കകത്ത് ഒരു സീഡ് മാത്രം കാണുന്നത്. മാങ്ങ ഒരു ഒറ്റ ഓവിഡുള്ള ഓവറിയാണ്. ഇങ്ങനെയുള്ള ഓവറിൽ നിന്നുണ്ടായിട്ടുള്ള ഫ്രൂട്ടുകളെ വിളിക്കുന്നവരാണ് ഡ്രൂപ്പ് എന്ന് പറയുന്നത്. മാങ്ങ എടുത്ത ഒരു സീഡേ ഉള്ളൂ, തേങ്ങ എടുത്താലും ഒരു സീഡേ ഉള്ളൂ. ആൾസോ their inner wall while the endocarp is getting used to the seed coat. Seed coat use പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ what is the drupe developed from a monocarpellary superior ovary with one ovule. ഓർക്കണം, ഇതെല്ലാം തന്നെ എന്താണ്? superior ആയിരിക്കും. superior is called hypogynous. മറ്റ് ഫ്ലോറൽ പാർട്സ് എല്ലാം ഗൈനിഷ് താഴെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്, ഇങ്ങനെയുള്ള ഓവറിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടിനെ വിളിക്കുന്നവരാണ് ഡ്രൂപ്പ്. എനി ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എ മോണോകാർപ്പല്ലറി മോണോ ഓവുലേറ്റ് ഹൈപ്പോഗൈനസ് അല്ലെങ്കിൽ സുപ്പീരിയർ ഓവറി ഈസ് കാൾഡ് ഡ്രൂപ്പ്. എൻട്രൻസ് ചോദിക്കാം. ഡ്രൂപ്പ് ഈസ് എ ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എ മോണോകാർപ്പല്ലറി മോണോ ഓവുലേറ്റ് ഹൈപ്പോഗൈനസ് അല്ലെങ്കിൽ സുപ്പീരിയർ ഓവറി ഈസ് കാൾഡ് ഡ്രൂപ്പ്. മനസ്സിലായല്ലോ? ഇതൊരു പോയിന്റാണ്. ഇനി ഇങ്ങനെയുള്ള ഫ്രൂട്ടിനകത്ത് നിങ്ങൾ മാങ്ങയുടെ സീഡ് കോട്ട് എടുത്താലും തേങ്ങയുടെ സീഡ് കോട്ട് ചിരട്ട, ഇതെങ്ങനെയുള്ള സ്റ്റോണി ഫ്രൂട്ട് എന്ന് വിളിക്കാറുണ്ട്. പുസ്തകത്തിലില്ല, പഠിച്ചോണം. ഇസ് ആൾസോ കാണാം സ്റ്റോണി ഫ്രൂട്ട്. ഡ്രൂപ്പ് ഫ്രൂട്ട് ഈസ് ആൾസോ കാണാം സ്റ്റോണി ഫ്രൂട്ട്. ഇത്രയേ ഉള്ളൂ ഫ്രൂട്ടിനെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ഫ്രൂട്ട് ഈസ് എ മെച്ചർ ഓവറി ഓർ റൈപ്പൻഡ് ഓവറി ആൻഡ് സം ഫ്രൂട്ട് ആർ സീഡ്ലെസ് കാൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ട് വാൾ ഈസ് ആൾസോ കാൾഡ് ആസ് പെരികാർപ്പ്. Same that of the ovary wall is also called as pericarp. So ovary wall is called pericarp. Similarly, fruit wall is also called as pericarp. Pericarp has three layers such as epicarp, endocarp, mesocarp. And mesocarp is edible one. It is fibrous in coconut and fleshy in mango. Then in the maturity, all these fruits, both the coconut and mango, endocarp get used to the seed coat. So it is also called as a drupe. Then what is a drupe? Drupe is a fruit developed from a monocarpellary mono ovulate superior or hypogynous pistil. ഇത്രയും പോയിന്റ് ഞാൻ പറയുള്ളൂ. That's very good. Seed. നേരത്തെ പറയാം എന്താണ് സീഡ്. സീഡ് ഈസ് എ മെച്ചർ ഓർ റൈപ്പൻഡ് ഓർ വിവക്കല്ലോ. നേരത്തെ പഠിച്ച അതേപോലെ ഇസ് എ മെച്ചർ ഓർ റൈപ്പൻഡ്. റൈപ്പൻഡ് എന്ന് വെച്ചാൽ പാകമായത്. ഓവിയൂൾ. ഓവിയൂളാണ് സീഡായി മാറുന്നത്. മെച്ചർ ഓർ റൈപ്പൻഡ് ഓവിയൂൾ ദാറ്റ് ഈസ് കാൾഡ് സീഡ്. അല്ലേ? നമ്മൾ സീഡ് എടുക്കുകയാണ്. ഒരു പയർ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതൊരു ഫ്രൂട്ടാണ്. ഇതിനകത്ത് സീഡ്സ് ആണ്. കണ്ടത് ആദ്യം പ്ലാസന്റേഷൻ ഓർമ്മയുണ്ടല്ലോ. സീഡ് പുറത്തേക്ക് വരയ്ക്കുകയാണ്. ഇത് സീഡ്. ഇവിടെ ഇങ്ങനെ വര പോലെ കാണും. പള്ളക്ക് ഒരു വര പോലെ കാണും. അല്ലെ പയർ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ കടല എങ്ങനെ എടുക്കുകയാണെങ്കിൽ കടല പുസ്തകത്തിൽ കടലയുടെ പാടം എടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വര പോലെ കാണും. ചെറിയൊരു ദ്വാരവും കാണും. ഇവിടെ കാണും ചെറിയൊരു ദ്വാരം. ഈ വര പോലെ കാണുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഹൈലമാണ്. ഹൈല സ്കാർ സ്കാർ എന്ന് വെച്ചാൽ മുറിവിന്റെ അടയാളം എന്നാണ്. മുറിവിന്റെ അടയാളം സ്കാർ ഹൈല. പിന്നെ ഈ കാണുന്ന ഓപ്പണിംഗ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓവിഡിനകത്ത് ഓപ്പണിംഗ് സ്കാർ മൈക്രോപൈൽ. മൈക്രോപൈൽ ഞാൻ ഇൻസൈറ്റ് ഇത് കാണിക്കുന്നു, ശ്രദ്ധിച്ചോ. അപ്പോൾ സീഡ് ഹാസ് സീഡ് കോട്ട് and it has a scar in the outer part. It is called hilum and certain a small opening called micropyle. Micropyle ഓവിഡിനകത്തുള്ള ദ്വാരമാണ് ഇവിടെ മൈക്രോപൈലായി മാറുന്നത്. ഓവിഡിന്റെ ഭാഗമാണ് മൈക്രോപൈൽ എന്നുള്ളതൊക്കെ നമ്മൾ ഓവിഡിന്റെ സ്ട്രക്ചർ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയും പഠിക്കാൻ മനസ്സിലാവും. അപ്പോൾ ഓവിഡ് ഹാസ് ആൻ ഓപ്പണിംഗ്. ഇറ്റ് ഇസ് കാൾഡ് മൈക്രോപൈൽ. സ്വാഭാവികമായിട്ടും ഓവിഡ് സീഡായി മാറുന്നു. സീഡിനകത്തുള്ള ഓപ്പണിംഗ് കാണുന്നത് ഇറ്റ് ഇസ് കാൾഡ് മൈക്രോപൈൽ. ദെൻ ഇസ് എ സ്കാർ കാൾഡ് ഹൈലം. ഓക്കെ, ഇനി ഇത് നമ്മൾ കീറുകയാണ്. ഒരെണ്ണം പഠിച്ചാൽ മതിയായിരുന്നു. So micropyle. What is micropyle? Opening in the seed is called micropyle. The scar is called hilum. ഇത് സീഡിന് കീറുവാണെങ്കിൽ it has two layers. ഇതാണ് സീഡ് കോട്ട്. സീഡ് കോട്ട് 2 ലെയർ കാണും. നമുക്കത് വ്യക്തമായിട്ട് ഇങ്ങനെ ക്ലിയർ കാണാനൊക്കത്തില്ല, പക്ഷെ 2 ലെയർ ഉണ്ട്. അതിനകത്ത് എംബ്രിയോ കാണും.
സിക്കോട്ടിന് രണ്ട് ലെയറുണ്ട്. ഔട്ടർ വൺ ഇസ് കാൾഡ് ടെസ്റ്റ, ഇന്നർ ഇസ് കാൾഡ് ടെക്മെൻ. രണ്ടിനും വിളിക്കുന്ന പേരാണ് സീഡ് കോട്ട്. ടെസ്റ്റയും ടെക്മെൻ. സിക്കോട്ട് has two layers such as testa and tekmen. Outer one is called testa, inner one is called tekmen. Okay, ഞാൻ ഈ എംബ്രിയോയെ പുറത്തേക്ക് എടുത്തു. This is embryo. ഞാൻ എംബ്രിയോ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ രണ്ട് പിളർപ്പാണ്. If I take this embryo out, it will have a nose-like structure. ഇത് കടലയുടെ ഒക്കെ പരിപ്പൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ. കപ്പലിന്റെ കണ്ടിട്ട് ഇങ്ങനെ രണ്ട് പിളർപ്പാണ്. ഇത് ഇളക്കി കഴിഞ്ഞാൽ രണ്ടായിട്ട് ഞാൻ വിളിക്കാം. ഇത് മാറ്റി വരയ്ക്കണം, നമ്മൾ തിരിച്ചു വരയ്ക്കണം. രണ്ട് പിളർപ്പാണ്, പിളർന്ന് വെച്ചിരിക്കണം. ഇതിനെ വിളിക്കണം കോട്ടിലിടൽ. എത്രണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. സോ ടു കോട്ടിലിഡൻസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഡൈക്കോട്ട്സ് എന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഡൈക്കോട്ടിലിഡൻസ് ആണ്. അപ്പൊ എന്ത് സീഡാണ്? ഡൈക്കോട്ടിലൻ സീഡാണ്. ഡൈക്കോട്ട് സീഡാണ്. ഇനി ഇതിന്റെ ഈ തണ്ട് കണ്ട ഈ ഒരു അത്തരമുള്ള ഭാഗം, this is called embryonal axis. This is called embryonal axis. ഏതാണ്? ഈ കോട്ടിലിഡൻ ഒട്ടിയിരിക്കുന്ന നേരത്തെ ആ ആക്സിസിനെ വിളിക്കുന്നവരാണ് എംബ്രിയോണൽ ആക്സിസ്. അതിന്റെ ഈ താഴത്തെ ഭാഗം എപ്പോഴും റാഡിക്കൽ ആയിരിക്കും. ഇതാണ് റാഡിക്കൽ. ഇതാ പുറത്തേക്ക് തെളിയിക്കുന്നത്. മുകളിലെ ഭാഗത്ത് പ്ലിമ്യൂൾ. അത് ഇതിനകത്ത് അകത്തായിരിക്കണം, കാണാതെ പൊളിച്ചാൽ കാണാതെ. So what are three parts of, അല്ലെങ്കിൽ four parts of an embryo? An embryo has two cotyledons, then an embryonal axis. It terminate in a plumule and a radicle. In future, radicle will become root and plumule become shoot. നേരത്തെ പഠിച്ചുള്ള. So this is structure of a dicot embryo. So വീട്ടിൽ ഇതെല്ലാം നമ്മൾ പറയാണ്. Seed is a mature or ripened ovule. Seed has a scar called hilum. SCAR and scar. Hilum. Then there is an opening called micropyle. Seed has two coat called silcote. Silcote has two layers such as outer testa, inner tekmen. Then there is an embryo inside the seed. Embryo has two cotyledon with an embryonal axis. One end of the embryonal axis will be radicle, which will develop into root in future, and other end is called plumule, which will develop into shoot. So this is structure of a dicotyledon അല്ലെങ്കിൽ dicot embryo. Dicot embryo structure. This is structure of a dicot embryo. Okay. അത്രയും കാര്യമാണ് ഇരിക്കുന്നത്. ഇനി രണ്ട് കോട്ടിനുള്ളതുകൊണ്ട് എന്താണ്? ഡൈക്കോട്ട് എംബ്രിയോ ആണ്. ചില സീഡിനകത്ത് എത്ര കോട്ടിനെ കാണത്തുള്ളൂ? ഒരെണ്ണേ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ വിളിക്കണം മോണോകോട്ട് എംബ്രിയോ എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. മോണോ ഇതെല്ലാം മനസ്സിൽ പഠിച്ചോളാം. എല്ലാം പുസ്തകത്തിലുള്ളതാണ് നമ്മുടെ ഞാൻ കേൾക്കണം. അപ്പൊ ഇതെല്ലാം ഓർത്തോണം. എന്താണ് റാഡിക്കിൾ? റാഡിക്കിൾ ഈസ് ദ ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ എൻഡ് ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ്. വാട്ട് ഈസ് പ്ലൂമൂൾ? ദാറ്റ് ഈസ് ഇന്നർ എൻഡ് ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ്. വാട്ട് ആർ കോട്ടിലെഡൻസ്? എന്താണ് കോട്ടിലെഡൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഫുഡ് സ്റ്റോറിംഗ് പാർട്ട്. കാരണം നിങ്ങൾക്കറിയാം, ഭാവിയിൽ ഇത് ജെർമിനേറ്റ് ചെയ്താണ് റൂട്ടായി മാറും. അപ്പൊ അതിനാവശ്യമുള്ള ഫുഡാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്. കോട്ടിലെഡൻ സ്റ്റോർഡ് ഫുഡാണ്. ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റോർഡ് ഫുഡ്. കോട്ടിലെഡൻസ് കണ്ടെയ്ൻസ് സ്റ്റോർഡ് ഫുഡ്. ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. സീഡ് ജെർമിനേറ്റ് ചെയ്ത് വളരെയായിട്ട് ഒരു ഫുഡ്, ഒരു ചെടിയായി മാറാനുള്ള ഫുഡ്. നിങ്ങൾക്കറിയാം, കോഴിമുട്ടയ്ക്കകത്ത് അതിന്റെ എംബ്രിയോ ഇരിപ്പുണ്ട്. എംബ്രിയോ വിളിക്കാനൊക്കില്ല. അതിന്റെ ന്യൂക്ലിയസും അതിന് ചുറ്റുമായിട്ടുള്ള യോക്കും സൈറ്റോപ്ലാസും ഒക്കെ ഉണ്ട്. ശരിക്കും പറയാൻ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയി മാറി. എംബ്രിയോ വലുതായി കോഴിക്കുഞ്ഞായി മാറാൻ ആവശ്യമുള്ള ഫുഡാണ് അതിനകത്തിരിക്കുന്ന ആ വെള്ളക്കരു മഞ്ഞക്കരു എന്ന് പറയുന്നത്. ഇതേപോലെ ഇത് റൂട്ടായി മാറും, ഇത് ഷൂട്ടായി മാറും. അങ്ങനെ റൂട്ടും ഷൂട്ടായി മാറാനുള്ള ഫുഡാണിത് ഈ കോട്ടിലെഡൻ. ആ കോട്ടിലെഡൻ ചിലപ്പോൾ രണ്ട് ഹാഫായിട്ടിരിക്കും ഡൈക്കോട്ട് പ്ലാന്റിൽ, ഒരെണ്ണമായിട്ടിരിക്കും മോണോകോട്ട് പ്ലാന്റ്. സോ ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് എ dicot embryo. Let's study about structure of a monocot embryo. ഒരു മോണോകോട്ട് സെൽ പഠിക്കാം. മോണോകോട്ട് സെൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്, നിങ്ങൾ പിന്നെ ഊട്ടിയിലെ മൂന്നാലൊക്കെ വഴി ഇങ്ങനെ നിങ്ങൾക്ക് തീക്കകത്ത് ചുട്ട് വരുന്ന സാധനമുണ്ടല്ലോ, ചോളം. ആ ചോളത്തിന്റെ പടം കാണിക്കുന്നത്. അതിനകത്ത് ചോളത്തിന്റെ ഒരു സീഡ് പുറത്തേക്ക് വരും.
കോട്ടൺ എന്ത് എംബ്രിയോക്കകത്തുണ്ട്. എംബ്രിയോയുടെ ഭാഗത്തിന് തിരികൊണ്ട് ഇപ്പൊ കാണാൻ പറ്റില്ല. അത് ഇങ്ങനെ പടം കണ്ടവരെ വേറെ പടം കാണിക്കും. ഇപ്പൊ ആ പടത്തിനകത്തുള്ള പുസ്തകത്തിൽ പടം ഞങ്ങൾക്ക് കാണിക്കാം. അപ്പൊ ഇതിനകത്ത് എൻഡോസോം ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ എൻഡോസോം എന്ന ടിഷ്യൂ നമ്മൾ നേരത്തെ പഠിച്ചത് 3N ആണ്, ട്രിപ്ലോയിഡ് ആണ്. നേരത്തെ പഠിച്ചുള്ളതാണ്. എൻഡോസോം ഇസ് എ ട്രിപ്ലോയിഡ് ടിഷ്യൂ സ്റ്റഡീഡ് ഏർലിയർ. അതെന്താ മറ്റേനകത്തില്ലാത്തത്? മറ്റേനകത്ത് നമ്മൾ സീഡ് എടുത്തപ്പോൾ അതിനകത്ത് എന്ത് കണ്ടില്ല? എൻഡോസ്പോം കണ്ടില്ല അല്ലേ? അപ്പൊ there are 2 types of seed. ചില സീഡിനകത്ത് എൻഡോസ്പോം കാണും, ചില സീഡിനകത്ത് എൻഡോസ്പോം കാണുകയില്ല. അപ്പൊ നേരത്തെ വരച്ച പയറിന്റെ സീഡിനകത്ത് എന്തില്ല? എൻഡോസ്പോം ഇല്ല. അപ്പൊ എന്താണ് എൻഡോസ്പോം? എൻഡോസ്പോം ഈസ് ആൾസോ എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോർ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ. അതായത് എംബ്രിയോയ്ക്ക് തിന്നാനുള്ള ഫുഡാണ് എൻഡോസ്പോം. എൻഡോസ്പോമിനെ തിന്നാണ് എംബ്രിയോ വലുതായത്. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച ഈ സാധനം, ഇത് ഡൈക്കോട്ട് എംബ്രിയോ. ഇത് ആരും തിന്നാ? അതായത് ഇത് നേരത്തെ എൻഡോസ്പോം ഉണ്ടായിരുന്നു, ആ എൻഡോസ്പോം ഞാൻ തിന്നു. പക്ഷെ ഇവിടെ എംബ്രിയോ ഇരിപ്പുണ്ട്, ഇതിനകത്ത് ഒരു കോട്ടനും ഉണ്ട്. പക്ഷെ ഇയാൾ ഇതിനെ തിന്നില്ല, എൻഡോസ്പോമിനെ തിന്നില്ല, പിന്നെ തിന്നും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തേങ്ങയൊക്കെ കുറുകെ മുറിച്ചാൽ, നേരത്തെ വരച്ചു നമ്മള് ഉണക്ക തേങ്ങ കുറുകെ മുറിച്ചാൽ അതിനകത്ത് പിന്നെ ചകിരി കൂടാതെ സീഡിനകത്ത് ഇവിടെയാണ് എംബ്രിയോ ഇരിക്കുന്നത്. എൻഡോസ്പോം ആണെന്ന് ഞാൻ പണ്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എംബ്രിയോ എൻഡോസ്പോമിനെ തിന്നില്ല, പിന്നെ തിന്നും. എന്നാൽ പയറിനകത്താണെങ്കിൽ ഇത് എംബ്രിയോ എൻഡോസ്പോമിനെ തിന്ന് തീർത്തു കഴിക്കും അല്ലേ? അപ്പൊ ഡൈക്കോട്ടിലെ എൻഡോസോം ഉണ്ട്, മോണോക്കോട്ടിലെ എൻഡോസോം ഉണ്ട്. എന്താ സംഭവിച്ചറിഞ്ഞാൽ ഡൈക്കോട്ടിലെ സീഡുകൾ എൻഡോസോമിനെ ആൾറെഡി അങ്ങ് തിന്നു. മോണോക്കോട്ടിനകത്ത് തിന്നുന്നില്ല, പിന്നീട് തിന്നാൻ വേണ്ടി മാറ്റി വെച്ചു. സോ വി ക്യാൻ ക്ലാസിഫൈ സീഡ്സ് ഇൻടു 2 സച്ച് ആസ് എൻഡോസ്പോം ഉള്ള സീഡ്, എൻഡോസ്പോമസ് സീഡ്. എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റൈസ്, മെയ്സ്, കോക്കനട്ട്, ഇതിനകത്തെല്ലാം എന്തുണ്ട്? എൻഡോസ്പോം ഉണ്ട്. കാസ്റ്റർ എന്ന് വെച്ചാൽ ആവണക്ക്. അപ്പൊ സീഡ്സ് ഒരു ടൈപ്പ് ഓഫ് സീഡ് എന്നാണ് എൻഡോസ്പോമസ് സീഡ്, എൻഡോസ്പോം ഉള്ള സീഡ്. അപ്പൊ ഒന്നുകൂടെ പറയുന്നത്, വാട്ട് ഈസ് എൻഡോസ്പോം? ഇറ്റ് ഈസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ നാരിഷിംഗ് ഡെവലപ്പിംഗ് എംബ്രിയോ. എംബ്രിയോയ്ക്ക് വളരാനുള്ള ഫുഡാണ് എൻഡോസ്പോം. ചില സീഡ്സ് ആ എൻഡോസ്പോമിനെ ആൾറെഡി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് സീഡിനകത്ത് എന്ത് കാണത്തില്ല? എൻഡോസ്പോം കാണത്തില്ല. എന്നാൽ ചില സീഡിനകത്ത് എൻഡോസ്പോം പിന്നീട് മാത്രമേ ഇതിനെ അറിയാം. ഈ ഉണക്ക തേങ്ങ കിളിച്ചു തുടങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു പൊങ്ങുന്ന സാധനം ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഈ എംബ്രിയോ ഇതിനെ തിന്നു തുടങ്ങുന്നത്. ഉണക്ക തേങ്ങ കിളിച്ചു തുടങ്ങുമ്പോൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ എൻഡോസ്പോമിനെ തിന്നു തുടങ്ങും. അപ്പോൾ ചില സീഡുകൾ പരിശോധിച്ചാൽ അതിനകത്ത് ആൾറെഡി എൻഡോസ്പോം കാണും. റൈസ്, മെയ്സ്, കോക്കനട്ട് പോലുള്ള സീഡിനകത്ത് എൻഡോസ്പോം ഉണ്ട്. സോ യു ക്യാൻ കാൾ ഇറ്റ് ഈസ് എൻഡോസ്പോമസ് സീഡ്. എൻഡോസ്പോമിനെ ആൽബുമിൻ എന്നിവിടെ വിളിക്കുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് ആൽബുമിനസ് സീഡ് എന്ന് വിളിക്കാം. എന്നാൽ വേറെ ചില സീഡിനകത്ത് എൻഡോസ്പോം കാണുകയില്ല. ഞാൻ ഇപ്പൊ നേരത്തെ വെച്ച പയറൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊന്നും എന്തില്ല? എൻഡോസ്പോം ഇല്ല. അപ്പൊ നമുക്ക് വിളിക്കാം നോൺ എൻഡോസ്പോമസ് സീഡ്. അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് സീഡ്, അങ്ങനെ വിളിക്കാം. ഈ ആൽബുമിൻ ഇപ്പോഴില്ല, പണ്ടുണ്ടായിരുന്നുള്ളതുകൊണ്ട് ഇതിനെ എക്സ് ആൽബുമിനസ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എന്താണ് പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല. ഇപ്പൊ ജവാനായിരുന്നു, ഇപ്പൊ ജവാനല്ല. അപ്പൊ എക്സ് ജവാൻ. പണ്ട് മന്ത്രിയായിരുന്നു, ഇപ്പൊ മന്ത്രിയല്ല. എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാല് പണ്ട് എൻഡോസ്പോം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അതുകൊണ്ട് എക്സ് ആൽബുമിനസ് എന്ന് വിളിക്കാറുണ്ട്. എന്താ എക്സാമ്പിൾ നമുക്കറിയാം. എന്താണ്? പീ, then coconut, മാംഗോ, എല്ലാം തന്നെ എക്സാമ്പിൾസ് ആണ്. എന്തിനാണ്? എൻഡോസ്പോമസ് സീഡ്സിന് നോൺ എൻഡോസ്പോമസ് സീഡ്സിന് എക്സാമ്പിൾ ആണ് പീ, മാംഗോ എക്സെട്ര. അപ്പൊ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് നോൺ എൻഡോസ്പോമസ് സീഡ്സിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ബീൻ, അതുപോലെ ഗ്രാം ഒക്കെയാണ്. ബീൻ, പയർ. ഗ്രാം എന്ന് വെച്ചാൽ ചെറുപയറല്ലേ, പച്ച. ഗ്രീൻ ഗ്രാം, ചെറുപയർ ഒക്കെ. അതുപോലെ എൻഡോസ്പോമസ് സീഡിനെ കൊടുത്തിരിക്കുന്നത് കോക്കനട്ട്, മെയ്സ് ഒക്കെ തന്നെയാണ്. So there are 2 types of seed, endosperm seed and non-endosperm seed. Non-endosperm seed അതിനകത്ത് പീ, മാംഗോ, ബീൻ, ഗ്രാം ഇവയൊക്കെ എന്താണ്? നോൺ എൻഡോസ്പോം സീഡ് ആണ്. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, ഇപ്പോഴില്ലെങ്കിലും പണ്ടുണ്ടായിരുന്ന എൻഡോസ്പോമിനെ എംബ്രിയോസ് തിന്ന് തീർത്തു. എന്നാൽ എൻഡോസ്പോം സീഡായ കോക്കനട്ട്, റൈസ്, മെയ്സിനകത്തെല്ലാം തന്നെ പിന്നീട് തിന്നാൻ വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എൻഡോസ്പോം ഉണ്ട്. സോ വി ക്യാൻ ക്ലാസിഫൈ സീഡ്സ് ഇൻടു 2 സച്ച് ആസ് എൻഡോസ്പോം സീഡ് ആൻഡ് നോൺ എൻഡോസ്പോം സീഡ്. എൻഡോസ്പോം സീഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സാമ്പിൾ എന്താണ്? റൈസ്, മെയ്സ്, കോക്കനട്ട്, കാസ്റ്റർ എക്സെട്ര. ഓക്കെ. ഇനി എൻഡോസ്പോം എന്താണെന്ന് നേരത്തെ പറഞ്ഞു, പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ടിഷ്യൂസ്
3N ആണ്, ട്രിപ്ലോയിഡ് ആണ് എൻഡോസ്പോം. ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിച്ച ഫോർമുല കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് അവിടെ ഉണ്ടാകുന്ന എൻഡോസ്പോം പെൻ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആണ് ഉണ്ടാകുന്നത്. അത് ട്രിപ്ലോയിഡ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം എക്സാമിൽ ഓർക്കണം. ഇനി എൻഡോസ്പോമസ് ആയിട്ടുള്ള ഒരു സീഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ വരച്ച വീട് ഒന്ന് വരയ്ക്കുകയാണ്. കോക്കനട്ട് ചോളം നിങ്ങൾ ചുട്ട് വരുന്നതിന് പടം ഞാൻ ഇട്ട് കാണിച്ചതാണ്. അതിന്റെ ഒരു സീഡ് എൻഡോസ്പോം ഉണ്ട് ഞാൻ പറഞ്ഞു. ഇനി ഞാനത് കീറിയത് പടമുണ്ട്. അതിങ്ങനെ ചോളത്തിന്റെ വിത്ത് നമ്മൾ ഇങ്ങനെ സീഡ് ഇങ്ങനെ കീറിയാണ്. ഇങ്ങനെ നോക്കി ഇത്രയും ഭാഗമുള്ള അതിന്റെ എംബ്രിയോ. ഇതതിന്റെ എൻഡോസ്പോമാണ്. അപ്പൊ ഇതതിന്റെ എൻഡോസ്പോം. ഇതാണ് എന്റെ എംബ്രിയോ. എംബ്രിയോ. ഓക്കെ. എൻഡോസ്പോമിന്റെ ഈ ഭാഗത്തായിട്ട് ഇൻസെന്റ് പടം കാണിക്കുന്നുണ്ട്. കുറച്ച് പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ടായിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് അല്യൂറോൺ ലെയർ. This protein rich layer of the endoscope is called alluron layer. ഇതെന്താണ് ആക്ച്വലി? ഇതെന്താ ഞാൻ പറയാം. ഇതാണ് അതിന്റെ എംബ്രിയോ. എംബ്രിയോക്കകത്ത് കോട്ടൺ ഉണ്ടായിരിക്കണമല്ലോ. ഒരു കോട്ടനേ ഉള്ളൂ. അത് ഇവിടെയാണ്. അതിന്റെ പേര് സ്കൂട്ടിലം എന്നാണ്. സ്കൂട്ടിലം ചോദിക്കും. ആക്ച്വലി ദിസ് ഈസ് ദ കോട്ടിലിഡൻ. ഒരു കോട്ടിലേ ഉള്ളൂ. അതിനെ മോണോകോട്ടാണ്. പക്ഷെ അതിന് വേറൊരു പേര് വിളിക്കാൻ പേരെന്താണ്? സ്കൂട്ടില്ലം എന്ന് വിളിക്കും. സ്കൂട്ടിലം. സ്വാഭാവികം ഇത് എംബ്രിയോ ആണല്ലോ. അപ്പൊ റാഡിക്കൽ പ്ലീമുകൾ കാണണമല്ലോ. റാഡിക്കൽ ഇവിടെ റാഡിക്കൽ ഇവിടെ പ്ലീമുകളുണ്ട്. കാണുന്ന പ്ലീമുകൾ ഇതൊക്കെ പ്ലീമുകളാണ്. ഈ പ്ലീമുകളെ പൊതിയുന്ന ഒരു ഷീറ്റാണ്. അപ്പൊ ഇത് പ്ലീമ്യൂൾ. ഇത് റാഡിക്കളാണ്. പ്ലീമ്യൂളും റാഡിക്കലും മോണോകോട്ടിന് പ്രത്യേകതയുണ്ട്. ഈ പ്ലീമ്യൂളും റാഡിക്കളിനെ പൊതിഞ്ഞ ഒരു തൊപ്പി പോലെ ഒരു കവറുണ്ട്. അത് നമുക്ക് പുറത്ത് കാണാനൊക്കത്തില്ല. ഇതൊക്കെ അതിനകത്തുണ്ട് എന്ന് വിശ്വസിക്കാനായി. നിങ്ങൾ നെല്ല് തെറിച്ച അരി കിട്ടും അല്ലേ? ആ അരി എന്ന് വെച്ചാൽ എന്തുവാ? സീഡാണ്. ആ സീഡിനകത്ത് എന്തെല്ലാം ഉണ്ട്? എംബ്രിയോയുണ്ട്, എൻഡോസ്പോം ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ ഒക്കത്തില്ല. അത് നിങ്ങൾ പയറെടുത്ത് പിളർത്തിയാൽ രണ്ടായിട്ട് പിളർത്തി വയ്ക്കാം. 2 കോട്ടർ വെക്കാട്ട് കാണാം. റാഡിക്കൽ പ്ലീമ്യൂളെല്ലാം വെക്കാട്ട് കാണാം. പക്ഷെ ഇതിനകത്ത് എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നിവൃത്തിയുള്ളൂ. ഉണ്ടെന്നുള്ള സത്യം. അതുകൊണ്ടാണല്ലോ നെല്ല് കെട്ടാൻ കളിച്ച് റൂട്ട് ഷൂട്ടും ഉണ്ടാകുന്നത് അല്ലേ? അതൊക്കെ ഉണ്ട് അതിനകത്ത്. ഇങ്ങനെയാണ് തിരിക്കുക. ചോളത്തിന്റെ സൈഡിൽ ഇങ്ങനെ കാണാം. അതെല്ലാം ഉണ്ട്. നോക്കാം നമുക്ക്. ഇത് പ്ലീമ്യൂളാണ്. പ്ലീമ്യൂളിനെ തൊപ്പി ഉണ്ടാകാൻ പ്ലീമ്യൂൾ ഷീത്ത് എന്നാണ് വിളിക്കുന്നത്. പ്ലീമ്യൂളിന്റെ ഷീത്ത് പുതപ്പ്. പക്ഷെ അതിന് വേറെ പേരുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മറ്റു പേരാണെന്നാണ് കോളിയോപ്റ്റൈഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റാഡിക്കലിനെ പൊതിയുന്ന ഒരു ഷീറ്റ് ഉണ്ട്. അതിനെ വിളിക്കുക റാഡിക്കൽ ഷീത്ത് എന്നാണ്. പുതപ്പ്. ഷീത്ത് എന്ന് വെച്ചാൽ പുതപ്പ്. ഷീറ്റ്. പക്ഷെ അതിന് വേറെ പേരാണ് പഠിക്കേണ്ടത്. അതിന്റെ പേര് കോളിയോറൈസ എന്നാണ്. കോളിയോറൈസ. കോളിയോറൈസ. പടം വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ തന്നെ ലേബിലേറ്റുണ്ട്. വായിച്ചു. ഇത് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന ഒരു പടമാണ്. പടം തന്നിട്ട് ലേബിൾ ചെയ്യാൻ പറയും. സ്കൂട്ടർ ലേബിൾ ചെയ്യാൻ പറയും. പ്ലീമ്യൂൾ ഷീറ്റ് ലേബിൾ ചെയ്യാൻ പറയും. കോളിയോറൈസ ഈ വാക്കാണ് അവിടെ പഠിക്കേണ്ടത്. സ്ഥിരം വരുന്ന പടമാണ്. പലതവണ വരച്ചു കൊടുത്തത്. ഇനി ഇതെന്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് നിങ്ങൾ എന്ത് വിളിക്കും? സീഡാണ് ആക്ച്വലി. ഇത് ചോളത്തിന്റെ ഈ ചോളത്തിന് ഇത് പുറത്തേക്ക് എടുത്തത് ഇത് സീഡെന്ന് പറയും. ആക്ച്വലി ഇത് സീഡല്ല. ചോളം എന്ന് പറയുന്നത് ആൻജിയോസ്പോം അല്ലേ? ആൻജിയോസ്പോം സീഡ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഓവിൽ നിന്നാണ്. ഓവിൾ എപ്പോഴും ഓവറിക്കുള്ളിലല്ലേ ഇരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സീഡാകും? ഇത് ആക്ച്വലി ഫ്രൂട്ട് ആയിരിക്കും. പക്ഷെ എന്താ സംഭവിച്ചിരുന്നാൽ ഇത് സീഡാണ്. പക്ഷെ അതിന് പുറമെയുള്ള ഈ ഭാഗത്തില് ഈ ഫ്രൂട്ട് വാളും സീഡ് കോട്ടോടെ ഫ്യൂസ് ചെയ്ത് പോയി. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഈസ് എ ഫ്യൂസ്ഡ് ഫ്രൂട്ട് വാൾ പ്ലസ് സീഡ് കോട്ട്. ഇത് പ്രത്യേകതയാണ്. നിങ്ങൾക്കറിയാം. ഇപ്പോ ചോളം ഒരു ആൻജിയോസ്പോം ആണ്. ആൻജിയോസ്പോം അത് സീഡ് ഓവറിക്കുള്ളിലേ ഉണ്ടാവും അല്ലേ?
ഭാഗം ഡെവലപ്പ് ചെയ്ത് ഒരു സ്ട്രക്ചറായി മാറുമ്പോൾ അത് ഒരിക്കലും എന്തായിരിക്കുന്നില്ല, സീഡ് ആയിരിക്കുന്നില്ല. പിന്നെ ദാറ്റ് ഈസ് സീഡ് അലോങ് വിത്ത് ഫ്രൂട്ട് ആണ്. പക്ഷെ നിങ്ങൾ ഫ്രൂട്ട് എന്ത് ചെയ്യും? ഫ്രൂട്ട് ഇല്ല, പകരം എന്ത് സംഭവിച്ചു? ഫ്രൂട്ട് വാളും സീഡ് കോട്ടോടെ ഫ്യൂസ് ഒക്കെ വേറായി പോയി. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിന്റെ പേരുണ്ട്, കാരിയോപ്സിസ് എന്നാണ് പറയുന്നത്. പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്, കാരിയോപ്സിസ്. Caryopsis is a fruit where fruit word is used with seed coat. It is called caryopsis. So, this is very important. Okay? This is very important. ഈ പാഠം നിങ്ങൾ വരച്ച് പഠിച്ചോണം. പലതവണ പഠിച്ചിട്ടേ പോകാം. ഇതേപോലെ സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ചോദിച്ച പാഠമാണ്, ഫസ്റ്റ് ഇയറിൽ ഇമ്പോർട്ടൻ്റ് പാഠമാണ്, സ്ഥിരം പരീക്ഷ വരുന്നതാണ്. ഫസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഇയർ ചോദിക്കത്തില്ല. ഇവിടെ ഒരിക്കൽ ഒരു വർഷം ചോദിക്കാറുണ്ട്. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിൽ 4 മാർക്ക് ചോദിച്ചിട്ടുമുണ്ട്. ഈ പടം പറഞ്ഞു വരച്ച് പഠിച്ചോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഏരിയ ദാറ്റ്സ് കോൾഡ് സീഡ്. സീഡിനെ കുറിച്ച് ഇത്രയും നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫ്രൂട്ട് പഠിച്ചു, സീഡ് പഠിച്ചു, ഫ്ലവർ പഠിച്ചു, എല്ലാം. ഇനി ചില ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലോറൽ ക്യാരക്ടർ പഠിക്കാം, അത് വായിക്കാം. Technical description of floral characters. അതെന്താണെന്ന് നോക്കാം നമുക്ക്. Description of floral characters. നമുക്ക് ചില കാര്യങ്ങൾ ചില പ്രത്യേക സിമ്പിൾ ഉപയോഗിച്ചൊക്കെ പറയാൻ വേണ്ടി അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്കൂളിന്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ബോർഡിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടുണ്ട്. ആശുപത്രികളൊക്കെ ചെന്ന് കഴിഞ്ഞാലൊക്കെ കാണാം, ഇങ്ങനെ ബോർഡ് വെച്ചു. ഒരു ഹോണിന്റെ പടവ് അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ബോർഡിനകത്ത് ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തത്. എന്താ കറുത്തത്? ഇവിടെ ഹോൺ അടിക്കരുത്, ഇവിടെ സീബ്ര ക്രോസ് ഉണ്ട് എന്നൊക്കെ അല്ലേ. അല്ല ചിലപ്പോൾ കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ബോർഡ് ഇങ്ങനെ കൊടുത്തത്, ഇങ്ങനെ ഇങ്ങനെ കൊടുത്തത്, അങ്ങോട്ട് വളയുവാണ് അല്ലേ. ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തത്, ബോർഡ് ഇങ്ങനെ വളയുകയാണ് എന്നൊക്കെ അർത്ഥം. ഇതെല്ലാം എന്താണ്? സിമ്പിൾസ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ ഇതിന്റെ അർത്ഥം എന്ത്? ബമ്പുണ്ട് അല്ല, ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുത്താൽ അങ്ങോട്ട് തിരിയരുത്, അങ്ങനെയല്ലേ. യൂട്ടേൺ അല്ല, അങ്ങനെയല്ലേ. ഇതിങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചില സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. പൂവിന്റെ ക്യാരക്ടേഴ്സിന് ചില സെമി ടെക്നിക്കൽ സിമ്പിൾസ് ഉപയോഗിച്ചൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ വിളിക്കാണ് സെമി ടെക്നിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ടിപ്പിക്കൽ ഫ്ലോറൽ പ്ലാന്റ്സ്. ഫ്ലോറിന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം ഒരു പൂവിന് ബ്രാക്റ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ഞാൻ പറയാം, ഒരു പൂവിന് ബ്രാക്റ്റ് ഉണ്ട്. ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സിമ്പിൾസ് ഒക്കെ എഴുതുമ്പോൾ അതിനകത്ത് BR അർത്ഥം ബ്രാക്റ്റേറ്റ്. ബ്രാക്റ്റേറ്റ് എന്നാണ് ബ്രാക്റ്റുള്ള ഫ്ലവർ. ഇനി ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം പൂവിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും 2 തുല്യഭാഗം കിട്ടും എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് ഏതാണ്? ആക്ടിനോമോർഫിക്. ആക്ടിനോമോർഫിക്. അപ്പം ഇങ്ങനെ കൊടുത്താൽ എന്താണ്? സൈഗോമോർഫിക് എന്നാണ്. സിമ്പിൾസ് ആണ്, സിമ്പിൾസ് ഉപയോഗിച്ച് പോലെ കാര്യങ്ങൾ സംഭവിക്കുക. ഇങ്ങനെ കൊടുത്താൽ സൈഗോമോർഫിക് എന്നാണ്. പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഇപ്പൊ ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെയും പഠിച്ചു. ചിലപ്പോൾ എൻട്രൻസിനെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ വന്നിരിക്കുക. സോ അത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പണ്ട് ഇങ്ങനെയായിരുന്നു. പെർസെന്റേജ്. ഇനി കെ എന്ന് വെച്ചാൽ കാരിക്സ് ആണ്, സി എന്ന് വെച്ചാൽ കൊറോളയാണ്. ഇവിടെ കാര്യം ശ്രദ്ധിച്ച്, കാലിക്സ് സി കൊറോള സി. പക്ഷെ ഇവിടെ തിരിച്ചറിയാൻ വേണ്ടി കെയും സിയും കൊടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ പെരിയാറിൽ എന്തായിരിക്കും വിളിക്കുന്നത്? പെരിയാറിന്റെ ലെറ്റർ എന്തായിരിക്കും? പി ആണ്. പി ഫോർ പെരിയാർ. അപ്പൊ എ എന്തായിരിക്കും? എ ഫോർ ആൻഡ്രീഷ്യം. കഴിഞ്ഞത്തിന് ജി. ഇങ്ങനെ ഓരോരോ സിമ്പിൾസ് കൊടുക്കുകയാണ്. ഇനി വേറെ ഉണ്ട്, ഇങ്ങനെ കൊടുത്താൽ ഫ്യൂഷൻ എന്നാണ്. ഫ്യൂഷൻ, ഫ്യൂസ് ചെയ്തിരിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ചെമ്പരത്തിയുടെ കൊറോള എത്ര എണ്ണം ഉണ്ട്?
ചെമ്പരത്തിയുടെ കൊറോള 5 എണ്ണം 5 ദളങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാനിത് C5 എന്ന് വെച്ചാൽ അർത്ഥം എന്തോ 5 ദളങ്ങളുണ്ട് ചെമ്പരത്തിയുടെ ഒരു പൂവിന്റെ കൊറോളയ്ക്കുണ്ട്. ഇങ്ങനെയല്ലേ അപ്പൊ ഫ്യൂസ്ഡ് ആണെന്ന്. ചെമ്പരത്തി ഫ്യൂസ്ഡ് ആണോ ഫ്രീ ആണോ? ഫ്രീ ആണല്ലേ. അതേസമയം കോളാമ്പി പൂവാണെങ്കിൽ നമുക്കൊരു പൂവ് കോളാമ്പി പൂ എടുത്തിരിക്കും 1 2 3 4 5 ദളങ്ങളുണ്ട്. പക്ഷെ അത് ഫ്യൂസ്ഡാ. ഇവിടെ 5 കാണാം, പക്ഷെ ഫ്യൂസ്ഡാ. അപ്പൊ ഞാൻ എഴുതുന്നത് C5. ചെമ്പരത്തിന്റെ കാലിക്സ് എടുത്ത് നോക്കാം. ഇങ്ങനെയാണ് 5 ഉണ്ട്, പക്ഷെ ഫ്യൂസ്ഡ്. അപ്പൊ ഞാൻ K5 ഫ്യൂസ്ഡ്. അതാണ് ഫ്യൂഷൻ ഫ്യൂസ്ഡ് കണ്ടീഷൻ. ഇനി ഇപ്പൊ ഇത് ഒരു പൂവിന്റെ കൊറോളയാണ്. സ്റ്റേമൻ ഇവിടെ ഒട്ടിയിരിക്കുകയാണ്, ഇവിടെ ഇരിക്കുക. അപ്പൊ ഈ പെറ്റൽ ഒട്ടിയിരിക്കുകയാണ്. എപ്പി പെറ്റാലസ് കണ്ടീഷൻ വിളിക്കുന്നത് ആ അവസ്ഥയാണ് അഡ്ഹീഷൻ എന്നാണ്. അഡ്ഹീഷൻ അത് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് ഇങ്ങനെ മേളിൽ അഡ്ഹീഷൻ. ഈ അഡ്ഹീഷൻ എന്ന് പറയുന്നത് മുകളിൽ ഒട്ടിയിരിക്കും, മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദീസ് ആർ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. അതൊക്കെയാണ് ട്രാക്ടറിന്റെ ഇങ്ങനെ ആക്ടോമോർഫിക് ഈച്ചെന്നും സൈഗോമോർഫിക് ഈച്ചെന്നും കാലിക്സിന് K, കൊറോളയ്ക്ക് C, പെരിയാന്താണ് P, ആൻഡ്രീസിന് A, ഗൈനീസിന് G. പിന്നെ ഫ്യൂഷൻ ആൻഡ് അഡ്ഹീഷൻ. സോ ദീസ് ആർ ദ സെമി ഡിസ്ക്രിപ്റ്റീവ് ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഇത് വെച്ചിട്ട് നമുക്ക് പരിചയമുള്ള പഠിക്കാനില്ല, ചെമ്പരത്തി തന്നെ മനസ്സിലാക്കി എടുക്കാം. നമുക്ക് ഇതിന്റെ ഫ്ലോറൽ ഫോർമുല തയ്യാറാക്കി നോക്കാം. ഫ്ലോറൽ ഫോർമുല വി ക്യാൻ റൈറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് എ ഫ്ലവർ റെപ്രസെന്റിംഗ് സിംബൽസ്. സോ ലെറ്റ്സ് സ്റ്റഡി വാട്ട് ഈസ് ഫ്ലോറൽ ഫോർമുല. ഇനി വേറെ ഉണ്ട്, ഒരു പൂ യൂണിസെക്ഷൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ എടുത്താൽ അർത്ഥം ബൈസെക്ഷൻ ആണ്. ഇനി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഫീമെയിൽ എന്നാണ്, ഇങ്ങനെ എടുത്താൽ മെയിൽ എന്നാണ്. ഇതെന്താണ്? യൂണിസെക്ഷൽ. മെയിൽ എന്നോ ഫീമെയിൽ എന്നോ കൊടുത്തു കഴിഞ്ഞാൽ യൂണിസെക്ഷൽ ആണ്. ഈ ചിഹ്നമാണെങ്കിൽ മെയിൽ, ഈ ചിഹ്നമാണെങ്കിൽ female. Okay, so these are the floral characters. Yes, so these are symbols used for representing floral characters. ഏതൊക്കെയാണ്? ഈ സിമ്പിൾ ബൈസെക്ഷനെ കാണിക്കുന്നു. ഇത് മെയിൽ, ഇത് ഫീമെയിൽ. റാക്ക് ഉണ്ടെങ്കിൽ ബിയ. ഇപ്പൊ ബിയ ഫ്ലവർ എഴുതുന്നതിന് റാക്കില്ലെന്ന് അർത്ഥം. ആക്ടോമോർഫിക് ആണെങ്കിൽ ഇങ്ങനെ, സൈഗോമോർഫിക് ആണെങ്കിൽ ഇങ്ങനെ. ഇറഗുലർ ചെയ്യുന്നില്ല. ഇറഗുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, അതിന് പക്ഷേ ചെയ്യുന്നില്ല. then കാലിക്സ് ഇങ്ങനെ, കൊറോള ഇങ്ങനെ, പെരിയാന്ത്, ആൻഡ്രീഷ്യം A, ഗൈനീഷ്യം G. On this character, there is fusion and there is adhesion. With this symbols, we can represent the characters of a flower. This is called the floral formula. So let's study about the floral formula. എന്താണ് floral formula? പഠിക്കാം. How can we construct the floral formula? നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ചെടി ചെമ്പരത്തി എടുക്കുക. പഠിക്കാനില്ല, ഇത് പരിചയമുള്ള പറയുകയാണ്. ചെമ്പരത്തി കൊണ്ടെടുത്തു. റാക്ക് ഉണ്ടോ ചെമ്പരത്തിക്ക്? റാക്ക്. അപ്പൊ ആദ്യം ചെമ്പരത്തി എന്താണ്? മെയിലാണോ ഫീമെയിലാണോ? ബൈസെക്ഷൽ. അപ്പൊ നമ്മൾ ആദ്യം ബൈസെക്ഷൽ. ചെമ്പരത്തിയാണ് ബൈസെക്ഷൽ. ഇനി ആക്ടോമോർഫിക് ആണോ സൈഗോമോർഫിക് ആണോ? ആദ്യം എഴുതണം. അതിന്റെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പൊ അതനുസരിച്ച് ചെമ്പരത്തി നമ്മൾ എങ്ങനെ കൊടുക്കാൻ രണ്ടും ആദ്യം ചെമ്പരത്തി എടുത്ത് കൈ വെച്ചിട്ട് പറയാം. നോക്കി ആക്ടോമോർഫിക് ആണ്. ബൈസെക്ഷൽ ആണ്. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ കാലിക്സ് എടുത്തു. നോക്കിയപ്പോ 5 എണ്ണം ഉണ്ട്. ശരിയാണല്ലോ. പക്ഷെ അത് ഫ്യൂസ്ഡ് ആയിട്ടാണ്. നല്ല ഫ്യൂസ്ഡ് ആണ്. കൊറോള എടുക്കാൻ ചെമ്പരത്തി ദളങ്ങൾ എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഫ്യൂസ്ഡോ ഫ്രീയോ? ഫ്രീ. 5. ആൻഡ്രീഷ്യം എത്ര സ്റ്റേമൻ? ധാരാളം സ്റ്റേമൻ ഉണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്? ധാരാളമാണ് എണ്ണുന്നില്ല. ഇങ്ങനെ ഇൻഫിനിറ്റി പഠിക്കാനല്ലേ പറയണേ. പക്ഷെ അതിനോട് ചേർന്ന് ഒറ്റ കെട്ടായിട്ടല്ലേ ഇരിക്കുന്ന മോണോ അഡൽഫസ് കണ്ടീഷൻ ചെമ്പരത്തി പഠിച്ച് ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ ഉണ്ടാവും മോണോ അഡൽഫസ് കണ്ടീഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഗൈനീഷ്യം എടുക്കുക. 5 കാർബണുണ്ട് ചെമ്പരത്തിക്ക് അല്ലേ? ഉണ്ട്. പക്ഷെ അത് ഫ്യൂസ്ഡ് ആണ്. ഇങ്ങനെ this is a floral formula of hibiscus. ഇങ്ങനെയാണ് ഫ്ലോറൽ ഫോർമുല ഉണ്ടാകുന്നത്. So what is floral formula? We can say that floral formula is a diagrammatic there's a method of representing floral characters using symbols. Floral formula is the representation of floral characters with the symbols.
റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോറൽ ക്യാരക്ടർ സിംബൽ ഈസ് കാൾഡ് ഫ്ലോറൽ ഫോർമുല. അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പൂവായ ചെമ്പരത്തിയുടെ ഫ്ലോറൽ ക്യാരക്ടർ ഇങ്ങനെയാണ്. പഠിക്കാനില്ല, ഞാൻ എടുത്തു പറയാണ്. നിങ്ങൾക്ക് തന്നെ ചെമ്പരത്തി വിവർച്ച് ഇതുപോലെ ചെയ്തു നോക്കാം, ശരിയാണോ? ശരിയായിരിക്കും. ചെമ്പരത്തി എങ്ങനെയാണ്? രണ്ടായിട്ട് മുറിക്കാം. ആക്ടോമോർഫിക് മെയിൽ ഫീമെയിൽ ഒന്നിച്ചാണ്. കാലിക്സ് 5 ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്. കൊറോള 5 ഉണ്ട്, ഫ്രീ ആണ്. ആർട്ടിഫിഷ്യൽ ധാരാളം 7 ഉണ്ട്, ഒറ്റക്കെട്ടായിട്ട് മോണോഡൈപ്പസ്. അപ്പൊ ആർട്ടിഫിഷ്യൽ 5 കാർബൺ ഫ്യൂസ്ഡ് ആണ്. സിൻകാർപ്പസ് കൾട്ടിവേഷൻ. വി ക്യാൻ റൈറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് എ ഫ്ലവർ ലൈക്ക് ദിസ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. ഇതെല്ലാം പുസ്തകത്തിലുള്ളതാണ്, ഞാൻ നോട്ട് ഇടുന്നുണ്ട്, എല്ലാം വരച്ചോ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഫാമിലി ഉണ്ട്. ബ്രാസിക്ക എന്ന ചെടി, കടുക് എന്ന ചെടിയുടെ ഫ്ലോറൽ ഫോർമുല എഴുതാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതാണ്. ഈ ബ്രാസിക്ക എന്ന ചെടി എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്, കടുകാണ്. മസ്റ്റാണ്, കടുക്. ഇതിന്റെ ഫാമിലി ബ്രാസിക്കേസിയ എന്നാണ്. ബ്രാസിക്കാസിയ എന്ന ഫാമിലി വരുന്ന ചെടിയാണ് മസ്റ്റാർഡ് കടുക്. കടുകിന്റെ പൂവിന്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതിങ്ങനെ പോകുന്നു. ആദ്യം ആക്ടോമോർഫിക് ആണ്, ബൈസെക്ട് ആണ്. കാലിക്സ് 2 അധികം 2 4 ഉണ്ട്, പക്ഷെ 2 അധികം 2 എന്ന് എഴുതി. എന്തുകൊണ്ടാണ് പിന്നെ പറയാം. കൊറോള 4 ഉണ്ട്, ഫ്രീ ആണ്. ആൻഡ്രീഷ്യം 6 ഉണ്ട്, പക്ഷെ 2 അധികം 4 എന്ന് എഴുതണം. ഗൈനീഷ്യം 2 ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്. ഇത് പഠിക്കണം. ഇതിനെ ബോർഡ് എക്സാമിന് എൻട്രൻസ് ചോദിക്കുക. ഇതിങ്ങനെയാണ് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഈ കടുക് ചെടിയുടെ പൂ കണ്ടാൽ അതിന്റെ സ്വഭാവം ഇങ്ങനെ എഴുതേണ്ടി വരും. എങ്ങനെ വെച്ചാൽ 2 തുല്യ ഭാഗം. ആക്ടോമോർഫിക്, ബൈസെക്ട് ആണ്. കാലിക്സ് 2 അധികം 2 കാരണമുണ്ട്, 2 4 ഉണ്ട്, പക്ഷെ 2 2ആയിട്ടായിരിക്കും. അതെന്താ നമ്മൾ പിന്നെ പറയും. കൊറോള 4 ഉണ്ട്. ആർഡിഷൻ 2 അധികം 4 കാരണമുണ്ട്. ഗൈനീഷ്യൻ 2 ഉണ്ട്, 2 കാരണമാണ്. സിൻകാർപ്പസ് ആണ്, ഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്, പൂവിന്റെ ഫ്ലോറൽ ഫോർമുല എഴുതുന്നത്. ഇത് ചെമ്പരത്തിയുടെ അല്ല, പിന്നെ ബ്രാസിക്ക എന്ന് പറഞ്ഞ കടുക് ചെടിയുടെയാണ്. മസ്റ്റാർഡ് കടുക് ചെടി ഫാമിലി ബ്രാസിക്കേസി. ഓക്കെ, ഇനി വേറെ ഫ്ലോറൽ ഫോർമുല ആണല്ലോ. ഇനി പഠിക്കുന്നത് വേറെയാണ് ഫ്ലോറൽ ഡയഗ്രാം. ഫ്ലോറൽ ഡയഗ്രാം, അതൊന്നും ഫ്ലോറൽ ഡയഗ്രാം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ഓടിട്ട വീടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഓടിട്ട വീട്. നിങ്ങൾ ഈ ഓടിട്ട വീടിന്റെ ഓടെല്ലാം പൊളിച്ച് മോന്തായെല്ലാം പൊളിച്ചു മാറ്റി. എന്നിട്ട് അടുത്ത വീട്ടിലെ തെങ്ങിന്റെ മേളിൽ കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നോക്കി താഴെ ഫോട്ടോ എടുക്കുക. അപ്പൊ ഈ തെങ്ങിന്റെ മേളിൽ കയറി ഫോട്ടോ എടുത്തിട്ട് മേളിൽ താഴെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നോക്കിയാൽ ഇങ്ങനെ ഇതാ. അതിനകത്ത് എത്ര മുറികളുണ്ട്, എവിടെയാണ് വാതിൽ, എവിടെ കസേര ഇട്ടിരിക്കുന്നു, എവിടെയാണ് അടുക്കള, അല്ലേ, എവിടെയാണ് ബാത്റൂം, ഇങ്ങനെല്ലാം കാണാൻ കഴിയും. എങ്ങനെയാണോ എല്ലാം കാണാൻ കഴിയത്തില്ലേ, അല്ലേ? ഇതുപോലെ ഒരു പൂവിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് വരയ്ക്കാൻ കഴിയും. എങ്ങനെ? ഞാൻ ചെമ്പരത്തിയുടെ മൊട്ടാണ്, ചെമ്പരത്തിയുടെ മൊട്ട് എന്നിങ്ങനെ കുറുകെ മുറിച്ചിട്ട് പിടിച്ച് ഇങ്ങനെ നോക്കിയാൽ, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്കതിന്റെ ദളങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് ഇങ്ങനെയാണ് കാണാൻ കഴിയും, അല്ലേ? അത് നമുക്ക് ഡയഗ്രമായിട്ട് വരയ്ക്കാമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോറൽ ഡയഗ്രാം. മനസ്സിലായില്ല? പൂവിന്റെ മുട്ട എടുത്ത് കീറി ഇങ്ങനെ വിളിച്ച് നോക്കിയാൽ അതിനകത്ത് കാണും. അപ്പൊ ഇങ്ങനെ പൂവിന്റെ മുട്ട കുറുകെ മുറിച്ച ശേഷം ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ വിളിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എസ്റ്റിവേഷൻ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞതാണ്, അല്ലേ? അതേപോലെ ഇങ്ങനെ കാണും. മൊത്തം എസ്റ്റിവേഷൻ ദളങ്ങൾ മാത്രമല്ല, ഇവിടെ അങ്ങനെയല്ല, കംപ്ലീറ്റ് കാര്യം കാലിസ് ആൻഡിഷൻ ഗൈനീഷ്യൻ മൊത്തം അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോറൽ ഡയഗ്രാം. ഡെഫിനിഷൻ നോക്കൂ. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലോറൽ പാർട്സ് ഓൺ തലാമസ്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലോറൽ പാർട്സ് ഓൺ തലാമസ്. ഓക്കെ, ഇതാണ് എന്ത് ഫ്ലോറൽ ഡയഗ്രാം. പഠിക്കാനെങ്കിൽ ചെമ്പരത്തിയുടെ ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് അറിയാമല്ലോ ചെമ്പരത്തിയുടെ, അപ്പൊ ഒന്ന് വരച്ചു നോക്കാം. ഏറ്റവും മധ്യത്തിൽ നിന്നാണ് പുറത്തേക്ക് വരയ്ക്കേണ്ടത്, അത് ഓർക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി ആദ്യം ചെമ്പരത്തിയുടെ മുട്ടെടുത്ത് കുറുകെ മുറിച്ച ശേഷം ഗൈനീഷ്യൻ കുറുകെ മുറിച്ചാൽ ഇപ്പൊ ചെമ്പരത്തിയുടെ ഗൈനീഷ്യൻ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, പഠിച്ചിട്ടുണ്ടല്ലോ. കുറുകെ മുറിച്ച 5 അറ കാണും. കാരണം വെണ്ടക്കയും ചെമ്പരത്തിയും ഒന്നുപോലെ തന്നെയാണ്, ഒരേ ഫാമിലിയാണ്, മാൽബേസി. വെണ്ടക്ക കുറുകെ മുറിച്ച 5 അറയുണ്ടല്ലോ,
അപ്പൊ ചെമ്പരത്തി കാണുമ്പോൾ 5-6 നിങ്ങൾ തന്നെ ചെമ്പരത്തി പൂ മുറിച്ചിട്ട് അതിന്റെ ഗൈനീഷ്യം എടുത്ത് കുറുകെ മുറിച്ച് ലെൻസ് വെച്ച് നോക്കി 5-6 കാണാൻ കഴിയും. കാരണം 5 കാർപ്പൽസ് അതിനകത്തുണ്ട്. സപ്പോസ് ചെമ്പരത്തിക്ക് ഒരു ഫ്രൂട്ട് ഉണ്ടാകുമായിരുന്നെങ്കിൽ ചെമ്പരത്തിയുടെ ഫ്രൂട്ട് വെണ്ടയ്ക്ക പോലെ ഇരുന്നേ. അപ്പൊ ഞാൻ ഗൈനീഷ്യം മാത്രം വരയ്ക്കുന്നത് 5 ചെമ്പരത്തിക്കാണെങ്കിൽ ആക്സൈൽ പ്ലാസന്റേഷൻ. അപ്പോൾ ഇതാണ് ചെമ്പരത്തിയുടെ ഗൈനീഷ്യം. 5 അറയുണ്ട്. ഇനി സ്റ്റേമൻസ്, ധാരാളം സ്റ്റേമൻസ് ഉണ്ട്. അതെല്ലാം ഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നത്. അതെല്ലാം സ്റ്റേമൻ ആണ്. ആന്തന്റെ പടം കാണിക്കുന്നത്. സ്റ്റേമൻ ധാരാളം ഉള്ളത് അത് ഫ്യൂസ്ഡ് ആയിട്ടിരിക്കാന്ന് കാണിക്കാൻ ഈ വര. ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ ഈ വര ഇങ്ങനെ മായ്ക്കരുത്. വര ഇങ്ങനെ സ്റ്റേമൻസ് ഫ്രീ ആയിരുന്നെങ്കിൽ, സ്റ്റേമൻസ് ഫ്രീ അല്ല, അത് ഒട്ടിയിരിക്കുക. അത് അഡ്മിഷനാണ്. അപ്പൊ ഗൈനീഷ്യമായി ആൻഡ്രീഷ്യമായി ഇനി പുറത്തോട്ടല്ലേ പോകും. അതാണ് എന്തോ കാലിസോ കൊറോള. കൊറോള കഴിഞ്ഞാൽ കാലിസോ പുറത്തോട്ടോ. കൊറോള 5 ഉണ്ട്. നമ്മൾ പഠിച്ചല്ലോ ഈ ചെമ്പരത്തിക്ക് എങ്ങനെയാണെന്ന്. ചെമ്പരത്തിക്ക് ട്വിസ്റ്റഡ് ആകെ ട്വിസ്റ്റഡ്. ഇതിന്റെ പുറത്ത് ഇതിന്റെ പുറത്ത് ഈ അറ്റതിന്റെ പുറത്ത് ഈ അറ്റതിന്റെ പുറത്ത് ട്വിസ്റ്റഡ് ആണ്. ഇനി കാലിക്സ് 5 ആണല്ലോ. കാലിക്സ് 1 2 3 4 5. പക്ഷെ ഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്യൂസ്ഡ്. കാലിക്സ് ഫ്യൂസ്ഡ് ആണ്. അതൊന്നും ഇങ്ങനെ കൊടുക്കണം. ദിസ് ഇസ് എ ഫ്ലോറൽ ക്യാരക്ടർ ഓഫ് ഫ്ലോറൽ ഡയഗ്രം. ചെമ്പരത്തി പഠിക്കാനില്ല, ഞാൻ വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ട് പറയാം. നിങ്ങൾ പരിചയപ്പെടണം, വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട്. പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ എപ്പോഴും ഒരു വട്ടം കൊടുക്കും കേട്ടോ. ഏത് ഫ്ലോറൽ ഡയഗ്രം വരച്ചാലും ഇവിടെ ഒരു വട്ടം കൊടുക്കാൻ ഒരു മദർ ആക്സിസ് എന്നാണ്. Position of the stem is shown as a dot above the floral diagram is called mother axis. പരിശോധിക്കുക എന്താണ് മദർ ആക്സിസ്. ഏത് ഫ്ലോറൽ ഡയഗ്രം വരച്ചാലും അതിന് മുകളിൽ ഒരു ചെറിയ ഡോട്ട് ഇട്ട് നമ്മൾ എന്ത് കൊടുക്കണം? We must draw the position of the stem. That is the mother axis stem representing a dot on the top of the diagram. ഇതിന്റെ മുകളിൽ ഡോട്ട് വരയ്ക്കണം. അതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇപ്പൊ ചെമ്പരത്തിയുടെ മൊട്ട്, ചെമ്പരത്തിയുടെ സ്റ്റെം, ഇത് ഇല, മൊട്ടിങ്ങനല്ലേ ഉണ്ടാകുന്നത്. നമ്മൾ കീറുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നത് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ സ്റ്റെം കൂടെ ഒരു പണ്ട് ഇങ്ങനെ ലീഫ് കൊണ്ട് വരയ്ക്കുമായിരുന്നു, താഴെ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. അത് ലീഫിനെ കാണിക്കാനാണ്. പക്ഷെ ഇവിടെ സ്റ്റെം കാണിച്ചപ്പോൾ ഇവിടെ ലീഫ് കാണിക്കേണ്ട കാര്യമില്ല. ലീഫ് ഇവിടെ ആയിരിക്കും അറിയാൻ. ഇതാണ് സ്റ്റെം അല്ലെങ്കിൽ ലീഫ് ഇവിടെ ആയിരിക്കത്തില്ലേ. അപ്പൊ പിന്നെ സ്റ്റെമ്മിന്റെ പുസ്തകം കാണിച്ച പോലെ ലീഫ് അവിടെ ഊഹിച്ചൂടെ. വെടി വെച്ചിട്ട് ടോന്നും കൂടെ ആക്കണം. അതുപോലെയാണ് ബ്രൗൺ സ്റ്റെം ആണെങ്കിൽ ഇവിടെ ലീഫ് ആയിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇത് വരയ്ക്കാറില്ല, പഴയ പുസ്തകത്തിൽ വരയ്ക്കാറില്ല. സോ ഇത് മാത്രം പഠിക്കും. വാട്ട് ഈസ് മദർ ആക്സിസ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ ഡോട്ട് ഓൺ ദ ഫ്ലോറൽ ഡയഗ്രാം? ദിസ് റെപ്രസെന്റ് ദ മദർ ആക്സിസ്, ദ പൊസിഷൻ ഓഫ് ദ സ്റ്റെം ഓഫ് ദ ഫ്ലവർ. അതിന്റെ അർത്ഥം പൂ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാണ്. ചില തിരിഞ്ഞിരിക്കുന്നതാണ് ഇവിടെ വരുന്നത്. അതിന്റെ പൊസിഷൻ കാണിക്കാൻ ആന്റിയർ ആണോ പോസ്റ്റീരിയർ ആണോ കാണിക്കാനാണ്. നമ്മൾ ആന്റിയർ പോസ്റ്റീരിയർ പഠിച്ചതിന്റെ എക്സിലറി എസ്റ്റിമേഷൻ പഠിച്ചു. അതൊക്കെ ഉണ്ട്, അതൊക്കെ പ്രത്യേകത. ഇത് പരിശോധിക്കും. ഇത് ആരെ കുറിച്ച്? ചെമ്പരത്തി. വരയ്ക്കണോ വേണ്ട, കാരണം പുസ്തകത്തിലില്ല, അത് പഠിക്കാനില്ല. ഞാൻ പരിചയം പൂ വരയ്ക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഈ കടുകിൻ്റെ അത് പഠിക്കാനാണ്. നോക്കിക്കോളൂ, ബ്രാസിക് അഥവാ കടുകിന്റെ. നമ്മൾ പുറത്തുനിന്നാണ് വരയ്ക്കുന്നത്. പുറത്താണ് കടുകിന്. ജി എത്ര? 2. ഓക്കെ, ഞാൻ ജി വരച്ചു. 2. ഇതിന്റെ പ്ലാസന്റേഷൻ എന്ന് പറയുമ്പോൾ മസ്റ്റാർഡിന്റെ പെറേറ്റഡ് പ്ലാസന്റേഷൻ, അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി എന്ത് വരയ്ക്കേണ്ടത്? ആൻഡ്രീഷൻ. എത്ര ഉണ്ട്? 4. അയ്യേ, 2 അധികം ഉണ്ട്. അതിന്റെ കാരണം എന്താ പറയുമ്പോൾ ഇത് 2 സ്റ്റേമനാണ്. ഒരു സ്റ്റേമൻ ഇവിടെ ഉണ്ട്. അടുത്ത് വെച്ച് പുറത്തോട്ടാകും കേട്ടോ. അതായത് ഇത് ഈ ഒരു വേർഡ്, പിന്നെ 4 ഉണ്ട്. 2 അധികം 4 അല്ലേ? അതായത് 4 അകത്ത്. അടുത്ത 2 പുറത്തായിട്ട്.
6 ഉണ്ടായിട്ട് എന്താ 2 അധികം 4 കൊടുത്തത് മനസ്സിലായോ? ഇത് എവിടുന്നാ പുറത്ത് അകത്തോട്ടല്ല എഴുതുന്നത്. അപ്പൊ പുറത്ത് 2 അകത്ത് 4, ജി അകത്തല്ലേ. അപ്പൊ എ 2 അധികം 4, 2 പുറത്ത് 4 അകത്ത്, 2 റോയിലാണ്. അതുകൊണ്ടാണ്. സപ്പോസ് ഇത് രണ്ടും ചേർത്താൻ ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നു 2 6 കൊടുത്തേ, എ 6 കൊടുത്തേ. പക്ഷെ കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? എ 2 അധികം 4, 2 പുറത്ത് 4 അകത്തുമായിട്ട് കൊടുക്കുന്നുണ്ടാണ്. മനസ്സിലായോ? ഇനി സി എത്ര ഉണ്ട്? 4. ഓക്കെ, സി 4. 1 2 3. ഓവർലാപ്പിംഗ് ഒന്നും ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഇത് വാൽവേറ്റ് ആയിരിക്കും അല്ലെ. ഓവർലാപ്പിംഗ് ഇല്ല. സോ ഇറ്റ് ഇസ് വാൽവേറ്റ്. ഇനി കെ 4 ഉണ്ടെങ്കിൽ 2 അധികം 2 നോക്കി. അപ്പൊ എന്താ നോക്കൂ. ഒന്ന് 2. അത് പക്ഷെ ഒരു റോയിലാണ്. അടുത്ത 2 ഉണ്ട്, അത് മറ്റൊരു റോയിലാണ്. അത് മറ്റൊരു റോയിലാണ്. അതുകൊണ്ടാണ് ഈ 2 അധികം 2 കൊടുത്തിരിക്കുന്നത്. അത് ഒരേ ലൈനിലായിരുന്നെങ്കിൽ 4 കൊടുത്തത്. മനസ്സിലായി? ഈ വട്ടം എന്താണെന്ന് പറയാനും എന്താണ്? ഇതേത് പോയിന്റ്? ബ്രാസിക്ക അഥവാ കടുക് മസ്റ്റാർഡ് എന്ന ചെടിയുടെ ഫ്ലോറൽ ഡയഗ്രമാണിത്. ഫ്ലോറൽ ഡയഗ്രം ഓഫ് മസ്റ്റാർഡ്. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ച് കാണാറില്ല, പക്ഷെ എൻട്രൻസ് സ്ഥിരം ചോദിക്കും. ഈ ഫ്ലോറൽ ഫോർമുല കൊടുത്തിട്ട് ഏത് ഫ്ലവർ ആണ്, ഇത് കൊടുത്തതിന് ശേഷം ഏത് ഫ്ലവർ ആണ്, YK+2. അപ്പൊ നിങ്ങൾ എഴുതണം കാലിക്സ് കണ്ടെയ്ൻ 4 petals, but sorry sepals, where 2 is in a line and other 2 is in another line arranged in the thalamus. So this is called the K+2. ഇത് C4 ആണ്. അത് ഓക്കെ, 4 ആണ്. ഒരേ പ്ലെയിനിൽ തന്നെയാണ്, പക്ഷെ അത് വാൽവേറ്റ് ഇവിടെ തൊട്ടിട്ടേ ഇല്ല. പിന്നെ അഡീഷൻ 2/4, 2 പുറത്തും 4 അകത്തുമാണ് അല്ലെ. അത് 2+4 ആണോ 4+2 ആണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇത് കാണാൻ ചോദിച്ചാൽ ഈ പടം ഇത് ഒന്ന് വരച്ച് പഠിച്ചോണം. ബോർഡ് എക്സാമിന് ചോദിച്ചുകൂടാകില്ല ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ചോദിച്ചിട്ടില്ല. എക്സാമ്പിൾ ഓഫ് ഫ്ലവർ മസ്റ്റാർഡ് ബിലോങ് ദ ഫാമിലി ബ്രാസിക്കേസി എന്ന ഫാമിലിയിലാണ് വരിക. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഒരു എണ്ണക്കാരോട് പറഞ്ഞേക്കാം. ഈ ഫ്ലോറൽ ഫോമിലേക്കും ഫ്ലോറൽ ഡയഗ്രത്തിനും ചില കുറവുകളുണ്ട്, ചില നെഗറ്റീവ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫക്റ്റുകളുണ്ട് അല്ലെ. എന്താ പറയുമ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ പൂവിന്റെ ഇൻഫ്ലോറസൻസ് എന്താന്ന് പറയുമ്പോൾ ഒക്കത്തില്ല. ഇതിന്റെ ഏസ്റ്റിവേഷൻ എന്താന്ന് പറയാൻ ഒക്കത്തില്ല. ഇതിന്റെ പ്ലാസന്റേഷൻ എന്താന്ന് പറയാൻ ഒക്കത്തില്ല. ഓക്കെ, ഒരു കാര്യം ഉണ്ട് കേട്ടോ, അദ്ദേഹം പറയാൻ പറ്റും. നേരത്തെ ജി ഹൈപ്പോഗൈനസ്, ജി ഇങ്ങനെ എഴുതിയാൽ എപ്പിഗൈനസ്, ജി ഇങ്ങനെ എഴുതിയാൽ പെരിഗൈനസ്. ആ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതനുസരിച്ച് ഇവിടെ ഇതും എഴുതണേ ഹൈപ്പോഗൈനസ് ആണ്. ഇങ്ങനെ പറയുന്നത് ചെമ്പത്തിക്ക് അടിയിൽ പറയണം കേട്ടോ. ചെമ്പത്തി നമ്മൾ എഴുതിയാലും അവിടെ ജി അടിയിൽ പറയട്ടോ. അപ്പൊ ഇത് ഹൈപ്പോഗൈനസും കൂടെയാണ്. ഈ ഇതും കൂടെ ആ ഫ്ലോറൽ ക്യാരക്ടർ ധരിച്ചേർക്കേണ്ടതാണ്. ജി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഹൈപ്പോഗൈനസ്, ഇങ്ങനെ എഴുതിയാൽ എപ്പിഗൈനസ്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെരിഗൈനസ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അവിടെ നിങ്ങൾ ആ സിമ്പിൾ എഴുതാൻ കിട്ടുമെന്ന് പറയാം, ചേർത്തോളാം. അപ്പോ ഇതിനെ നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയുന്നതിന് ലഭിക്കാൻ പറയാം. ഒന്ന്, ഇൻഫ്ലോറസൻസ് എന്താന്ന് പറയാൻ പറ്റില്ല, രണ്ടായിട്ട് പഠിച്ചാൽ. അടുത്തത് എസ്റ്റിവേഷൻ എന്താന്ന് പറയാൻ പറ്റില്ല, രണ്ടായിട്ട് പഠിച്ചാൽ. അടുത്തത് പ്ലാസന്റേഷൻ എന്താന്ന് പറയാൻ പറ്റില്ല. ശരിയല്ലേ? പക്ഷെ ഇവിടെ പ്ലാസന്റേഷൻ പറയാം, എസ്റ്റിവേഷൻ പറയാം. പക്ഷെ ഹൈപ്പോഗൈനസ് ആണോ എപ്പിഗൈനസ് ആണോ പെരിഗൈനസ് എന്ന് പറയാൻ പറ്റില്ല. ശരിയല്ലേ? ഞാൻ എൻട്രൻസ് പറയുകയാണ്, ബോർഡ് എക്സാമിന് പഠിക്കണമെന്നില്ല. അപ്പോൾ these are defects. What is the defect? Which one of the following is the defect of floral diagram? Floral diagram and which one is the defect of floral formula എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോറൽ ഫോർമുലയ്ക്ക് ഇൻഫ്ലോറസൻസ് പറയാൻ പറ്റില്ല, എസ്റ്റിവേഷൻ പറയാൻ പറ്റില്ല, പ്ലാസന്റേഷൻ പറയാൻ പറ്റില്ല. ഫ്ലോറൽ ഡയഗ്രത്തിനകത്തും ഇൻഫ്ലോറസൻസ് പറയാൻ പറ്റില്ല, പക്ഷേ എസ്റ്റിവേഷൻ പറയാൻ കഴിയും, പ്ലാസന്റേഷൻ പറയാൻ കഴിയും. ഇതൊരു നേട്ടം. So these are the characters we have studied about what we called
റാസിക്കേസിയ ഫാമിലി ആൻഡ് പ്ലാന്റ്സ് ആണ് മസ്റ്റാർഡ് കടുക്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമുക്ക് ടിപ്പിക്കലായിട്ട് 3 ഫാമിലീസ് പഠിക്കാനുണ്ട്. അതിലൊരു ഫാമിലിയെ കുറിച്ച് പഠിക്കും. സ്റ്റഡി ടിപ്പിക്കൽ ഫാമിലീസ്. ഫാമിലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്റ്റഡിയുടെ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ, സയന്റിഫിക് നെയിമിംഗ്, ബൈനോമി, നോമൻക്ലേച്ചർ എല്ലാം പഠിച്ചല്ലോ. എന്തൊരു ഫാമിലി സ്പീഷീസ് ഉണ്ടെന്ന് പഠിച്ചല്ലോ. മനുഷ്യന്റെ ഫാമിലി ഏതാണ്? ഹോമിനിഡെ എന്ന ഫാമിലിയിലാണ് മനുഷ്യൻ വരുന്നത്. ഹോമിനിഡെ എന്ന ഫാമിലിയിൽ വരുന്ന ഹോമോ എന്ന ജീനസിലെ സാപ്പിയൻ എന്ന സ്പീഷീസ് അല്ലേ. അതേപോലെ ഒരു 3 ഫാമിലി പ്ലാൻ പഠിക്കാറുണ്ട്. അതിലൊന്ന് ഒരെണ്ണമാണ് ഫേബേസി എന്ന ഫാമിലിയാണ് പഠിക്കാറുള്ളത്. പി ഫാമിലി എന്ന് പറയും, പയറൊക്കെ ഉൾപ്പെടുന്ന ഫാമിലിയായിട്ട് പി ഫാമിലി എന്ന് പറയും. സാർസോഗഡാസ്, ലെഗുമിനേസിയെ. ലെഗുമിനേസിയ എന്നുള്ളത് ലെഗുമിനേസിയ എന്ന് പഠിച്ചാലും കുഴപ്പമില്ല. പാപ്പിലിയോണേസിയെ, ഇങ്ങനെയൊക്കെ ഈ ഫാമിലിയിൽ പേരുണ്ട്. ലെഗുമിനേസിയ, പാപ്പിലിയോണേസിയും ശരിയല്ല. ലെഗുമിനേസിയുടെ സബ് ഫാമിലിയാണ് പാപ്പിലിയോണേസിയ. ഒരു പഴയ ക്ലാസിഫിക്കേഷൻ. എന്നാൽ ഈ സ്റ്റഡി ഫേബേസി, പണ്ട് ഇതിന്റെ പേര് പാപ്പിലിയോണേസിയ എന്നായിരുന്നു. ഇപ്പോഴാണ് ഫേബേസി എന്ന് പേരിട്ടത്. പി ഫാമിലി എന്ന് അറിയപ്പെടും. ഓക്കെ, ഇതിന്റെ ക്യാരക്ടേഴ്സ് പറ്റി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെടിക്കകത്ത് വരുന്നത് ഒന്ന് ഇതിന്റെ റൂട്ട് നൊഡ്യൂൾസ് കാണും. ചെടികളെല്ലാം ഹെർബായിരിക്കും എന്നൊക്കെ ഉള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അത് പുസ്തകത്തിൽ വായിച്ചാൽ മതി. ചെടികളെല്ലാം വല്ല ചെടിക്ക് റൂട്ട് നൊഡ്യൂൾസ് കാണും. മറ്റൊന്ന് ഇതിന്റെ ലീഫ് പൾവിനേജ് ലീഫായിരിക്കും. പൾവിനസ് ഉള്ള ലീഫായിരിക്കും. പഠിച്ചല്ലോ എന്താണ് ലീഫിന്റെ ബേസ് ഇങ്ങനെ സുളനായിട്ടിരിക്കുകയാണ് പൾവിനസ് എന്ന് പറയുന്നത് അല്ലേ. പൾവിനേറ്റ് ആയിട്ടുള്ള ലീഫ് ബേസ് ആയിരിക്കും. മറ്റു ക്യാരക്ടർ സ്റ്റിപ്യൂൾസ് ഉണ്ടായിരിക്കും. വാട്ട് ആർ സ്റ്റിപ്യൂൾസ്? സർട്ടൻ ലീഫ് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദ ബേസ് ഓഫ് ദ ലീഫ്. ലീഫ് ബേസ് കാണപ്പെടുന്ന ലീഫ് ലൈക്ക് ചെറിയ സ്ട്രക്ചറിന് വലിയ പേരാണ് സ്റ്റിപ്യൂൾസ്. സ്റ്റിപ്യൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതാണ് എന്റെ പൊതുവെ പറയുന്ന 3 ക്യാരക്ടേഴ്സ്. നമുക്ക് നേരെ ഫ്ലവറിന്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. ചെടി ഹെർബാരിക്കും ഷ്രബാരിക്കും ചില കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു വേണം. ജസ്റ്റ് വായിച്ചു വെച്ചാൽ. ഇനി ഫ്ലവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലവർ ഇൻഫ്ലോറസൻസ് എപ്പോഴും റെസിമോസ് ആയിരിക്കും. ഇൻഫ്ലോറസൻസ് എപ്പോഴും റെസിമോസ് ഇൻഫ്ലോറൻസ് ആയിരിക്കും. ഇത് റെസിമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ച ഫ്ലവർ താഴെ, എങ്ങനെ ഫ്ലവർ മുകളിലായിരിക്കും. അടുത്തത് ഫ്ലവർ എപ്പോഴും തന്നെ ബൈസെക്ഷൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ചിഹ്നമായിരിക്കും എന്താണ്? സൈഗോമോർഫിക് ആയിരിക്കും. ഫ്ലവർ ബൈസെക്ഷൽ ആയിരിക്കും. അതുപോലെ തന്നെ സൈഗോമോർഫിക് ആയിരിക്കും. കാലിക്സ് 5 സെപ്പൽസ് കാണും. പോളിസെപ്പാൽസ് ആയിരിക്കും. സെപ്പൽസ് 5 ആയിരിക്കും. അത് പോളിസെപ്പാലസ് ആയിരിക്കും. കൊറോള, പെറ്റൽസ് 5 എണ്ണം കാണും. പക്ഷെ അതിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള വെക്സിലറി എസ്റ്റിവേഷൻ ആയിരിക്കും. ഇതിന്റെ എസ്റ്റിവേഷൻ വാലിഡേറ്റ് ആയിരിക്കും. നോ ഓവർലാപ്പിംഗ്, ജസ്റ്റ് ടച്ചിങ് ഈച്ച് അതർ. ഇതിന്റെ എസ്റ്റിവേഷൻ വെക്സിലറി ആയിരിക്കും. ഇതറിയാം. വെക്സിലറി ആകുമ്പോൾ തന്നെ ഒരെണ്ണം വലത് സ്റ്റാൻഡേർഡ്, 2 എണ്ണം വിങ്, 2 എണ്ണം കീൽ. ഇങ്ങനെ സ്റ്റാൻഡേർഡ്, വിങ്, കീൽ എന്ന രീതിയിലായിരിക്കും. ഇനി ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഈ കീൽ പറ്റിനുള്ളിൽ പൊതിഞ്ഞ നിലയിലായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം കീൽ പറ്റിനുള്ളിൽ പൊതിഞ്ഞ നിലയിലായിരിക്കും കാണപ്പെടുന്നത്. You can say that ആൻഡ്രീഷ്യം and gynecium is enclosed within the keel petal. നമ്മളത് വലിച്ചിളക്കി എടുത്താലേ അത് കാണാൻ പറ്റുള്ളൂ. ഇനി എന്തായാലും ആൻഡ്രീഷ്യം 10 സ്റ്റാമൻസ് ഉണ്ടായിരിക്കും. 10 സ്റ്റാമൻസ്. അതിൽ 9 എണ്ണം ഒന്നിച്ചും 1 എണ്ണം ഫ്രീ ആയിട്ടായിരിക്കും. 2 ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ആൻഡ്രീഷ്യത്തിൽ 2 ബണ്ടിലായിട്ട് കണ്ടുപിടിക്കുന്ന വാക്കെന്താണ്? ഡൈഅഡൽഫസ്. The condition is ഡൈഅഡൽഫസ്. ഡൈഅഡൽഫസ് കണ്ടീഷൻ. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ ഫ്ലോറൽ ഫോമിലെ പറയാം, കൊടുത്തതിന് ശേഷം ചോദിക്കാം. എഴുതുമ്പോൾ പറയാം. ഓക്കെ, സോ സ്റ്റാമൻ 10, 9 + 1, 9 ഒന്നിച്ചും 1 എണ്ണം ഫ്രീ. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇതാ 1 എണ്ണം ഇങ്ങനെ
ബാക്കി ഒരെണ്ണം ചേർന്ന് ഇങ്ങനെ കണ്ടോ, ഒന്ന് പടത്തിൽ കാണാൻ അവസരം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരെണ്ണം ഫ്രീ, ബാക്കി ഒമ്പതെണ്ണം ചേർത്ത്. ഇനി ഗൈനീഷ്യൻ ഒരു കാർപ്പലേ ഉള്ളൂ. പയറിൽ നിന്ന് വള്ളി പയർത്ത് ഓർത്ത് നോക്കൂ, ഒറ്റ കാർപ്പലേ ഉള്ളൂ. ഉള്ളിയെ കുറിച്ച് ഒരാളേ ഉള്ളൂ. പക്ഷെ മാർജിനൽ പ്ലാസന്റേഷൻ ആയിരിക്കും അല്ലേ, ഒറ്റ ഓവുകളേ ഉള്ളൂ, മറ്റേ ലോക്യൂളേ ഉള്ളൂ. സോ വൺ കാർപ്പൽ, വൺ ലോക്യൂൾ. ലോക്യൂൾ എന്ന് വെച്ചാൽ അറ, മാർജിനൽ പ്ലാസന്റേഷൻ. മാർജിനൽ പ്ലാസന്റേഷൻ. സോ ഇതിലുള്ള അത്ര ഭാഗം ഞാൻ ഇൻസൈറ്റ് ഇട്ട് കാണിക്കുന്നു, അത് നോക്കി എഴുതെടുക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്. പിന്നെ സുപ്പീരിയർ ഓവറി, സുപ്പീരിയർ ഓവറി ഈ പൂവിന് പഠിക്കാൻ പോലെയാണ് സുപ്പീരിയർ ആയിരിക്കും. സോ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്. അല്ല ഇൻസൈറ്റ് ഇട്ട് വരുന്നുണ്ട്, ഇതുപോലെ നോട്ട് അത് എഴുതിയിരിക്കണം. സോ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോം എഴുതി നോക്കാം. ഫ്ലോറൽ ഫോം എങ്ങനെ എഴുതി? ഫ്ലോറൽ ഫോം എടുത്ത് ആദ്യം ഇതാണ് സൈഗോമോർഫിക്. സൈഗോമോർഫിക്, ബൈസെക്ഷൽ, കാലിപ്സ് K 5, കൊറോള 5. പക്ഷെ ഒരെണ്ണം സ്റ്റാൻഡേർഡ്, രണ്ടെണ്ണം വിങ്, രണ്ടെണ്ണം കീൽ. കീൽ പക്ഷേ ഫ്യൂസ്ഡ് ആണ്. കീൽ ഫ്യൂസ്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമ്മൾ കീൽ നിങ്ങളുടെ വെക്സൽ രജിസ്ട്രേഷൻ പഠിച്ച ഏറ്റവും താഴെ ഫ്യൂസ്ഡ് ആണെന്ന് പറയും. അപ്പൊ രണ്ടെണ്ണം ഫ്യൂസ് ആണ്. ഇനി ആൻട്രീഷ്യം 9 അധികം 1, 9 ഫ്യൂസ്ഡ് ആണ്. ഒരെണ്ണം ഗൈനീഷ്യൻ ഒറ്റ കാർപ്പലേ ഉള്ളൂ, പക്ഷെ ഹൈപ്പോഗൈനസ് ആണ്. So this is a character, this is a floral formula of family Fabaceae. പക്ഷേ ചോദിച്ചൂടെ, പക്ഷേ ഈ ഫ്ലോറൽ ഫോം ചോദിക്കും വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി ഓഫ് ആൻട്രീഷ്യം. നമ്മൾ രണ്ട് പാട്ടിലായി കാണുന്നു, ഡൈഅഡൽഫസ്, ഡൈഅഡൽഫസ് കണ്ടീഷൻ. ഓക്കെ, ഇതെല്ലാം പഠിച്ചോണം. ഇതിന് 3 ഫാമിലി പഠിക്കാനുള്ളത്. ഒന്ന് ഫാബേസിയേ, ഡൈക്കോട്ടാണ്. ഡൈക്കോട്ടിനകത്ത് ആകെ ഒരേ ഒരു ഫാമിലി ഉണ്ട് ഇങ്ങനെ, ബാക്കിയെല്ലാം തന്നെ ആക്ടോമോർഫിക്കാണ്. ഡൈക്കോമോർഫിക്കായിട്ട് ഒരു ഫാമിലി ഉണ്ട്. സോ ഓർക്കണം, ഫാബേസിയേ, ഡൈക്കോട്ട്, ഡൈക്കോട്ട് ഫാമിലിയാണ്. സോ ഞാൻ പറയുന്നത് ഫ്ലവർ ഇൻഫ്ലോറസെൻസ് റെസിമോസ് ആണ്, ബൈസെക്ഷൽ ആണ്, സൈഗോമോർഫിക് ആണ്, സെപ്പൽ 5, പോളിസെപ്പാലസ് വാൽവേറ്റ്. കൊറോള പെറ്റൽ 5, വെക്സൽ എസ്റ്റിവേഷൻ, ഒരു സ്റ്റാൻഡേർഡ്, 2 വിങ്, 2 കീ. ആന്റിഷൻ കണ്ടീഷൻ ഗേറ്റ് ഉള്ളിലാണെന്ന് പറഞ്ഞു. ആന്റിഷൻ 10 സ്റ്റാൻഡ് കാണുമ്പോൾ ഡൈഅഡൽഫസ് കണ്ടീഷൻ വിളിക്കും. പിന്നെ ഡൈത്തേക്കസ് ആണ് എന്ന് പറയാം. ഡൈത്തേക്കസ് എന്ന് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഗൈനീഷ്യം ഒരു കാർപ്പൽ ഉണ്ട്, ഒരു അറേ ഉള്ളൂ, അത് ലോക്യൂളേ ഉള്ളൂ. ഒരു കുറെ ഓവിഡ്സ് ഉണ്ട്, അത് മാർജിനൽ പ്ലാസന്റേഷൻ ആയിരിക്കും. സുപ്പീരിയർ ഓവറി ആയിരിക്കും. ഇനി ഇതിന്റെ ഫ്രൂട്ട് ഒരു ലെഗ്യൂം ആണെന്ന് ഫ്രൂട്ട് ഇസ് എ ലെഗ്യൂം. ലെഗ്യൂം ഇസ് പയറാണ്, ലെഗ്യൂം. വേറെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വേറെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം, നിങ്ങൾ ഇൻസെക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പൾസസ് ഉണ്ട്, പയർ വർഗ്ഗങ്ങൾ. പൾസസ് ഗ്രാം, അർഹർ, സെം, മോങ്ക്. ഗ്രാം എന്ന് വെച്ചാൽ എല്ലാം പയറുകളാണ്. നോർത്തിന്റെ മോങ്ക് എന്ന് വെച്ചാൽ ഉഴുന്നൊക്കെ അത് വരുന്നതാണ്. എഡിബിൾ ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് നട്ടും സോയാബീനും. ഡൈ, എഡിബിൾ ഓയിൽ വെച്ചാൽ കഴിക്കാൻ പറ്റിയ എണ്ണ എടുക്കുന്ന ഗ്രൗണ്ട് നട്ടിന് എടുക്കുന്നു, അതുപോലെ സോയാബീനും എടുക്കാറുണ്ട്. ഡൈ എന്ന് വെച്ചാൽ നിറം കൊടുക്കുന്ന വസ്തു. ഇൻഡിഗോഫെറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലാമരിയാണ്. നീലാമരി അതിനകത്ത് വരുന്നത്. അതിൽ നിന്ന് പണ്ട് നീലം എടുത്തുകൊണ്ടിരുന്നത് ചമ്പാരൽ സമരം ഇട്ടുണ്ടല്ലോ, ബംഗ്ലാദേശിലുണ്ടായ സമരങ്ങളാണ്, കർഷക സമരമാണ് ചമ്പാരൽ. അതൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതാളുടെ നീലം എടുത്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ എല്ലാ കർഷകരും നീലം കൃഷി ചെയ്യണമെന്ന് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധമായി പറഞ്ഞു. പക്ഷെ അത് കൃഷിക്കാർക്ക് നഷ്ടമാണ്. എല്ലാവരും നീലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കഴിക്കണ്ടേ. അങ്ങനെ അവർ സമരം ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യക്കാരോട്. അപ്പോഴത് വലിയ വിപ്ലവമായി. അതോടെ പിന്നെ സമരം നടത്തി. പിന്നെ ഫൈബേഴ്സ്, നാരെടുക്കുന്ന സൺഹെമ്പ്, ചണച്ചെടിയാണ്. പിന്നെ ഫോഡർ എന്ന് വെച്ചാൽ കന്നുകാലിത്തീറ്റ. ഫോഡർ കന്നുകാലിത്തീറ്റ. സെസ്ബാനിയ എന്ന് പറയുന്നത് നമ്മുടെ വേലിക്കൊന്നയാണ്. വേലിക്കൊന്ന്, സെസ്ബാനിയ. ട്രൈഫോളിയ എന്ന് പറയുന്ന ചെടികളൊക്കെ ഫുഡ് ഫോഡറായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഓർണമെന്റൽ പ്ലാന്റ്, അതായത് പിന്നീട് പൂന്തോട്ടത്തിലുള്ള ചെടികൾ, ലൂപ്പിനും സ്വീപ്പിയും. ലൂപ്പൈൻ എന്ന ചെടിയും അതുപോലെ തന്നെ സ്വീപ്പി എന്ന് പറയുന്ന ചെടിയൊക്കെ. അതുപോലെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന മുള്ളിയാത്ത എന്ന് പറയുന്ന ചെടി. മുള്ളിയാത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുള്ളാത്തയല്ല കേട്ടോ, ഇത് വേറെ ചെടിയാണ് ഇത്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ എക്സാമ്പിൾസ് ആണ് ഈ ഫാമിലി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വരയ്ക്കാം. ഫ്ലോറൽ ഡയഗ്രാം കൂടി വരയ്ക്കാം. നോക്കാം ഫ്ലോറൽ ഡയഗ്രാം.
പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ വരച്ച് കാണിക്കുകയാണ്. അപ്പൊ ആദ്യം പുറത്ത് അകത്തുനിന്ന് അറിയുന്നത് ജി വരണം, മാർജിനൽ പ്ലാസന്റേഷൻ 9 അധികം വന്നു. അപ്പൊ നമ്മളിങ്ങനെ 9 ഒന്നിച്ച് 1 2 3 4 5 6 7 8 9 ഒന്നിച്ച് വരണം ഉണ്ടാവും. 9 ഒന്നിച്ച് വരണം അധികം. ഇനി ഇതാ ഇനീഷ്യൽ സ്റ്റാൻഡേർഡ് പെറ്റ് ഉണ്ടാവും. ഇത് 2 വിങ് പെറ്റ്, ഇത് 2 കീൽ പെറ്റ്. അത് ഫിക്സ് ചെയ്തിരിക്കുന്നു. പിന്നെന്താണ് കാലിക്സ് 1 2 3 4 5 വാൽവെറ്റ്. ഇതെന്താണ്? മദർ ആക്സിസ്. ഇത് ഫാമിലിയുടെ കണ്ടറിയണം. ഇത് കണ്ടത് നമുക്കറിയാം എന്താണ് ഇത് ഫാമിലി ബേസിയാണ്. അങ്ങനെ മനസ്സിലായി. ഈ ഫ്ലോറ ഫാമിലി ഇതനുസരിച്ചായി. അപ്പൊ ഇത് കൊടുത്തിട്ട് ഇത് വരയ്ക്കാനോ ഇത് തന്നിട്ട് ഇത് വരയ്ക്കാനോ ഒക്കെ പറയും. ഇതെല്ലാം വരച്ച് പഠിച്ചുകൊണ്ട് പോകണം. മനസ്സിലായി. ഇതാണ് എന്റെ ഫ്ലോറൽ ഡയഗ്രാം, ഇതെന്റെ ഫ്ലോറൽ ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് 2 ഫാമിലിയാണ് പഠിക്കാനുണ്ട്. സോളനേസിയം ഡില്ലിയേസിയം അത് പിന്നെ പഠിക്കാം. അപ്പൊ ഇത് 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കാണാൻ പഠിച്ചു വെക്കുക, ഇത് വരയ്ക്കുക, ഈ തന്നിരിക്കുന്ന എല്ലാം വരച്ച് പഠിച്ചു വെക്കത്തുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല. നിങ്ങൾ പഠിക്കാൻ നിർത്തിയുള്ളൂ, കാണാൻ പഠിക്കാൻ നിർത്തിയുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് എങ്ങനെ പോയാൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. പലവണ ഈ പടങ്ങൾ വരച്ച് പഠിക്കുക, ഇത് എഴുതി പഠിക്കുക, എക്സ്പ്ലനേഷൻ എഴുതാൻ പഠിക്കുക. ഇത് അടുത്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫ്ലവർ ഈസ് സൈഗോമോർഫിക്, ഫ്ലവർ ഈസ് ബൈസെക്ഷൻ, കാരിക്സ് 5 ഉണ്ട്, ഫ്രീ ആണ്. കുറവുള്ള 5 ഉണ്ട്. അത് വിങ്, ഒരു സ്റ്റാൻഡേർഡ്, 2 വിങ് 2 കീ. സ്റ്റേമൻ 10 ഉണ്ട്, 9 ഒന്ന് ചെയ്യുന്നു, 1 ഫ്രീ ആയിട്ട് ചെയ്യുന്നു. ഡൈഅഡ്രസ് കണ്ടീഷൻ. ഗൈനീഷ 1 ഒരു കാർപ്പലേ ഉള്ളൂ, ഹൈപ്പോഗൈനസ് ആണ്. ഇങ്ങനെ പഠിക്കുക. വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. ഈ പടം വരച്ച് പഠിക്കുക നിർത്തിയുള്ളൂ. ഓക്കെ, 2 ഫാമിലിയുണ്ട്. പൊട്ടറ്റോ ഫാമിലി, ഉള്ളി ഫാമിലി അഥവാ സോളനേസിയം ലില്ലിയേസിയം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.